العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് രചിച്ചിട്ടുള്ള ഈ വസിയത്ത് അൽ വസിയത്ത് സുഗ്റ അതാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ അദ്ദേഹം തന്നോട് ഉപദേശം ചോദിച്ച സഹോദരന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറിയപ്പെട്ട ഉപദേശം, ഹദീസിൽ വന്നിട്ടുള്ള ഉപദേശം പറഞ്ഞു കൊടുത്തു. ഈ ഹദീസ് ഇതിന്റെ ആശയം ശരിയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇത് സനദ് ദഈഫാണ്. ഇമാം ദാറഖുത്നി റഹിമഹുല്ലാഹ്, ഇമാം അൽ ഇലൽ എന്നറിയപ്പെടുന്ന ഇമാം ദാറഖുത്നി ഈ ഹദീസ് ദഈഫാക്കിയിട്ടുണ്ട്. ഇബ്നു റജബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ജാമിഉൽ ഉലൂം വൽ ഹിക്ം എന്ന കിതാബിൽ ഖൗല് ഇമാം ദാറഖുത്നിയുടെ ഖൗല് ശരിവെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഹദീസിന്റെ ആശയം ശരിയാണ്. നിരവധി ഹദീസുകളിലും ആയത്തുകളിലും വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് ദഈഫാണെന്നതിന് യാതൊരു അസറുമില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഹദീസ് തള്ളേണ്ടതില്ല. നേരെ മറിച്ച് ആശയം സഹിഹാണ്. അപ്പൊ ഈ ഹദീസിൽ വന്ന ഉപദേശം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു കൊടുത്തു. അതിൽ ഒന്നാമത് തഖ്വയെ കുറിച്ച് പറഞ്ഞു, എന്താണ് തഖ്വ എന്ന് വിശദീകരിച്ചു. രണ്ടാമതായി ആ തഖ്വയുടെ കാര്യത്തിൽ വീഴ്ചകളുണ്ടാകും. അങ്ങനെയുള്ള വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ ചെയ്യേണ്ട കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന്, അല്ലെങ്കിൽ ഈ ഹദീസിൽ തുടർന്ന് വന്നിട്ടുള്ളത് വത്ബിഇ അസ്സയ്യിഅത്തൽ ഹസനത തംഹുഹ. അതിനുശേഷം തഖ്വയുടെ കാര്യത്തിൽ വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ ആ വീഴ്ചകൾ പരിഹരിക്കാനുള്ള മാർഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലെങ്കിൽ ഈ ഹദീസിൽ വന്നിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്ന് പറയാൻ പറ്റില്ല ദഈഫായ ഹദീസിനെ കുറിച്ച്. ഈ ഹദീസ് എന്ന് പറയാം, കാരണം ഹദീസാണ്. അപ്പോ ഈ ഹദീസിൽ വന്നതുപോലെ തിന്മകൾ മായ്ച്ചു കളയാനുള്ള മാർഗമാണ് എന്ത്? നന്മ ചെയ്യുക, അതിനെ തുടർന്ന് നന്മ ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ സാന്ദർഭികമായി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് കൂടുതൽ വിശദീകരിച്ചു തിന്മകളുടെ അടയാളങ്ങൾ മായ്ച്ചു കളയാനുള്ള മറ്റ് മാർഗങ്ങളെക്കുറിച്ച്. അതെന്താണ്? ഒന്നാമത്തേത് തൗബ, രണ്ടാമത്തേത് ഇസ്തിഗ്ഫാർ, മൂന്നാമത്തേത് അൽ ഹസനാത്ത്. ഈ ഹദീസിൽ വന്നതുപോലെയുള്ള സൽക്കർമ്മങ്ങൾ, തിന്മകളെ അത് മായ്ച്ചു കളയും എന്ന കാര്യം പറഞ്ഞു. എന്നിട്ട് ഈ കാര്യങ്ങൾ അറിയേണ്ടതിന്റെ പ്രാധാന്യം ഷെയ്ഖുൽ ഇസ്ലാം ഒന്നുകൂടി ആവർത്തിച്ചു. എന്താണത്? ദുനിയാവിലെ എല്ലാ മുസീബത്തുകൾക്കും കാരണം, എല്ലാ ഫിത്നകൾക്കും കാരണം വ്യക്തിപരമായി നമ്മെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണെങ്കിലും പൊതുവായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും കുഴപ്പങ്ങളാണെങ്കിലും അതിന്റെ എല്ലാം കാരണം മാസിയത്തുകളാണ്, പാപങ്ങളാണ് എന്ന് പറഞ്ഞു. ആ പാപങ്ങളുടെ ഗൗരവം ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ താക്കീത് ചെയ്തിട്ടുള്ള കാര്യമാണ് മുൻഗാമികളുടെ മാർഗം നമ്മൾ പിന്തുടരുമെന്നുള്ളത്. മുൻഗാമികൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സലഫു സ്വാലിഹ്യങ്ങൾ എന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള, നശിപ്പിക്കപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ അതിനു മുമ്പ് ജീവിച്ചു മരിച്ചു പോയിട്ടുള്ള നിഷേധികളുടെ മാർഗം ഈ ഉമ്മത്ത് പിന്തുടരും. ഇത് വളരെ ഗൗരവമുള്ളൊരു വാക്കാണ്. എന്നെയും നിങ്ങളെയും കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നമ്മൾ ഓരോരുത്തരും ഈ പറഞ്ഞ താക്കീതിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. നമ്മളൊക്കെ അതിന്റെ സാധ്യത ഉൾക്കൊള്ളുന്ന ആളുകളാണ്. ഹദ്വൽ ഖുദ്ദത്തി ബിൽ ഖുദ്ദ, നിങ്ങൾ പരിപൂർണമായും അവരെ പിന്തുടരും എന്ന് പറഞ്ഞു. അതിൽ ഓരോരുത്തരും ഓരോ അളവിൽ ഈ മുൻഗാമികളായ നിഷേധികളുടെ സ്വഭാവങ്ങൾ അനുകരിക്കും, അവരുടെ പ്രവൃത്തികളും വാദങ്ങളും അനുകരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പൊ നമ്മളതിൽ പെട്ടുപോകുമോ എന്ന പേടി വേണം. അങ്ങനെ പെട്ടുപോയാൽ അതിനുള്ള പരിഹാരം ഈ പറഞ്ഞ തൗബയും ഇസ്തിഗ്ഫാറും അതുപോലെ തന്നെ ഹസനാത്തുകളുമാണ്. അതിനുവേണ്ടിയാണ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഇക്കാര്യം ഇവിടെ പറയുന്നത്. എന്നിട്ട് ഇങ്ങനെ മുൻഗാമികളായ നിഷേധികളെ മുസ്ലിം ഉമ്മത്ത് അനുകരിച്ചിട്ടുള്ള ചില വിഷയങ്ങൾ ഉദാഹരണ സഹിതം ഇബ്നു തൈമിയ്യ ചൂണ്ടിക്കാണിക്കുകയാണ് ഇനി വരുന്ന വാചകങ്ങളിൽ. അദ്ദേഹം പറയുന്നു, വഹാദ അംറുൻ ഖദ് യസ്രി ഫിൽ മുൻതസിബീന ഇല ദീനി മിനൽ ഖാസ. ദീനിന്റെ ആളുകൾ എന്നറിയപ്പെടുന്ന ഖാസത്തായിട്ടുള്ള പ്രത്യേക ആളുകൾ, സാധാരണ മുസ്ലിമീങ്ങളല്ല, ഇൽമു കൊണ്ടൊക്കെ അറിയപ്പെട്ട വിശേഷപ്പെട്ട ആളുകൾ എന്ന് പറയുന്ന ആളുകൾക്കിടയിൽ പോലും ഇങ്ങനെ മുൻകാലക്കാരായ സത്യനിഷേധികളുടെ സ്വഭാവങ്ങൾ പകർന്നിട്ടുണ്ട്. കമാ ഖാല ഗൈറു വാഹിദിൻ മിനസ് സലഫ്, സലഫുകളിൽപ്പെട്ട ഒന്നിലധികം ആളുകൾ പറഞ്ഞിട്ടുള്ളതുപോലെ. മിൻഹും ഇബ്നു ഉയൈന, അവരിൽപ്പെട്ട ആളാണ് സുഫ്യാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹ്. താബിഇയായ വലിയ മുഫസ്സിറും മുഹദ്ദിസും ഒക്കെ ആയിരുന്നു അദ്ദേഹം. അദ്ദേഹം പറഞ്ഞു, ഫഇന്ന കസീറൻ മിൻ അഹ്വാലിൽ യഹൂദ് ഖദ് ഇബ്തുലിയ ബിഹി ബഅദുൽ മുൻതസിബീന ഇലൽ ഇൽം. ഇൽമിലേക്ക് ചേർത്തി പറയുന്ന പല ആളുകളും, ഉലമാക്കൾ എന്നറിയപ്പെടുന്ന ആളുകൾ പോലും യഹൂദികളുടെ സ്വഭാവങ്ങൾ കടമെടുത്തിട്ടുണ്ട്. വകസീറൻ മിൻ അഹ്വാലിൻ നസാറ, അതുപോലെ നസാറാക്കളുടെ പല സ്വഭാവങ്ങളും
പകർന്നിട്ടുണ്ട്. ആർക്ക്? ഖദബ്തുലിയ ബിഹി ബഅദുൽ മുൻതസിബീന ഇലദ്ദീൻ, ദീനിന്റെ ആളുകൾ, ഇബാദത്തിന്റെ ആളുകൾ എന്നറിയപ്പെടുന്ന പല ആളുകളിലും നസാറാക്കളുടെ ചില സ്വഭാവങ്ങൾ കാണാം. കമാ യുബ്സിറു ബിദാലിക മൻ ഫഹിമ ദീനുൽ ഇസ്ലാം, ദീനുൽ ഇസ്ലാം എന്താണ് എന്ന് അറിഞ്ഞ ആളുകൾക്കേ ഇത് കാണാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ യഹൂദിയെ പോലെ ആയിട്ടുണ്ട്, അതുപോലെ നസ്രാനിയെ പോലെ ആയിട്ടുണ്ട് എന്ന് മനസ്സിലാകാൻ ശരിയായ ദീൻ എന്താണ് എന്ന് മനസ്സിലാകണം. അല്ലെങ്കിൽ ഈ യഹൂദികളുടെ ദീന് അത് ഇസ്ലാമാണെന്ന് കരുതി കൊണ്ട് നടക്കും, നസാറാക്കളുടെ ദീന് അത് ഇസ്ലാമാണെന്ന് കരുതി കൊണ്ട് നടക്കും. അല്ലദീ ബഅസ അല്ലാഹു ബിഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകിയിട്ടുള്ള ഇസ്ലാം എന്താണ് എന്നറിയുന്നവർക്കാണ് ഇത് മനസ്സിലാവുക. ثم نزله على احوال الناس, ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ ജനങ്ങളെ ഈ ഇസ്ലാം കൊണ്ട് അളന്നു നോക്കുമ്പോൾ അപ്പോഴാണ് ഇക്കാര്യം വ്യക്തമാവുക. ഇത് മുൻഗാമികൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞത് അത് യാഥാർത്ഥ്യമാണ്. ധാരാളം അസറുകൾ ഇക്കാര്യത്തിൽ കാണാൻ സാധിക്കും. അതിൽപ്പെട്ട ഒരു അസറാണ് സുഫ്യാൻ അസ്-സൗരി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞു, ഇത്തഖൂ ഫിത്നത്തൽ ആബിദ് അൽ ജാഹിൽ. ഇമാം ഇബ്നു അബി ഹാത്തിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ ജർഹ് വ തഅദീൽ എന്ന കിതാബിൽ ഉദ്ധരിച്ചിട്ടുള്ളതാണ്. ഇത്തഖൂ ഫിത്നത്തൽ ആബിദിൽ ജാഹിൽ, ജാഹിലായ ആബിദിന്റെ ഫിത്ന നിങ്ങൾ സൂക്ഷിക്കുക. ആബിദ് എന്ന് പറഞ്ഞാൽ ധാരാളം ഇബാദത്ത് ചെയ്യുന്ന, ഇൽമു കൊണ്ടറിയപ്പെട്ട ആളല്ല, ഇബാദത്ത് കൊണ്ടറിയപ്പെട്ട ആൾ. അങ്ങനെ ഉള്ള ജാഹിലീങ്ങളെ സൂക്ഷിക്കുക. അവരെ കൊണ്ട് ഫിത്നയുണ്ടാകും. എന്താണ് അവരെ കൊണ്ടുണ്ടാകുന്ന ഫിത്ന? അവരുടെ ഇബാദത്ത് കണ്ടിട്ട് ആളുകൾ അവരോട് ദീനിനെ കുറിച്ച് ചോദിക്കാൻ തുടങ്ങും. അവരുടെ വാദങ്ങൾ ആളുകൾ പിന്തുടരും. അവർക്ക് ഇൽമില്ല, ജാഹിലാണ്. പക്ഷെ അവന്റെ ഇബാദത്ത് കണ്ട ആളുകൾ എന്താണെങ്കിൽ ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളല്ലേ, വലിയ ആബിദല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പറയുന്നത് വിശ്വസിക്കാൻ തുടങ്ങും. വൽ ആലിമിൽ ഫാജിർ, അതുപോലെ തെമ്മാടിയായ ആലിമിന്റെ ഫിത്നയെ നിങ്ങൾ സൂക്ഷിക്കുക. ഒരു ആലിമിന് ഇൽമുണ്ട്, പക്ഷെ ഫാജിറാണ്, അള്ളാഹനെ പേടിയില്ല. അതുകൊണ്ട് അവന് ബാത്തിലാണ് എന്ന് അറിഞ്ഞിട്ടും അവൻ അത് പഠിപ്പിക്കും. ഹക്ക് എന്താണെന്ന് അറിഞ്ഞിട്ടും അത് മൂടിവെക്കും. അപ്പൊ ഈ ആലിമും ആളുകളെ പേടിപ്പിക്കും. അപ്പൊ ജാഹിലായ ആബിദും ഫാജിറായ ആലിമും രണ്ടും ഫിത്നയാണ്. ഫഇന്നഹുമാ ഫിത്നത്തുൻ ലികുല്ലി മഫ്തൂൻ. സുഫ്യാൻ അസ്-സൗരി റഹിമഹുല്ലാഹ് പറയാണ്, ഈ രണ്ട് കൂട്ടരാണ് എല്ലാവരെയും പേടിപ്പിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ യഹൂദികളുടെയും നസ്രാനികളുടെയും സ്വഭാവമാണിത്. ഇതിൽ ആലിം അൽ ഫാജിർ എന്ന് പറഞ്ഞത് യഹൂദികളുടെ സ്വഭാവമാണ്. അവരുടെ പ്രത്യേകത എന്താണ്? അവർക്ക് ഹക്ക് എന്താണെന്ന് അറിയാം, ഇൽമുള്ളവരാണ് യഹൂദികൾ. പക്ഷെ അവരെ ഹക്ക് മറച്ചു വെക്കുകയും അവരുടെ ആ യഹൂദിയത്തിനോടുള്ള തങ്ങളുടെ പരമ്പരയിൽ നിന്ന് നബി വന്നിട്ടില്ല എന്നതിന്റെ പേരിൽ കിബർ കാണിച്ച് ഹക്ക് മൂടിവെച്ചവരാണ്. നസാറാക്കൾ എന്ന് പറയുന്നത് അൽ ആലിമുൽ ജാഹിൽ, അൽ ആബിദുൽ ജാഹിൽ എന്ന് പറഞ്ഞതുപോലെയാണ്. അവർക്ക് അറിവില്ല, അവർ ഇബാദത്തുകൾ ചെയ്യും, അറിവില്ലാതെ പല അബദ്ധങ്ങളും അവർ ചെയ്തു കൂട്ടും. അതുകൊണ്ടാണ് ചില മുൻഗാമികൾ പറഞ്ഞത്, മൻ ഫസദ മിൻ ഉലമാഇന ഫഫീഹി ശബഹും ബിൽ യഹൂദ്. മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ഒരു ആലിം വഴിപഴച്ചാൽ അവൻ യഹൂദികളെ പോലെയാകും, യഹൂദികളെ പോലെയായി മാറും. അവൻ ഫസദ മിൻ ഉബാദിന ഫഫീഹി ശബഹും മിൻ നസാറ. ഇൽമില്ലാതെ ഇബാദത്തുമായി കഴിയുന്ന ആളുകൾ അവർ പഴച്ചാൽ അവർ നസാറാക്കളെ പോലെയാകും എന്ന് ചില മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നു, ഇദാ കാന അൽ അംറു കദാലിക, ഈ പറഞ്ഞതുപോലെയാണ് കാര്യമെങ്കിൽ, فمن شرح الله صدره للإسلام فهو على نور من ربه وكان ميتا فأحياه الله وجعل له نورا يمشي به في الناس. അല്ലാഹു തആല ഹൃദയത്തിന് വിശാലത നൽകുകയും ഇസ്ലാമിനെ കുറിച്ച് അറിയാനും പഠിക്കാനും ഉൾക്കൊള്ളാനുമുള്ള സൗഭാഗ്യം നൽകുകയും മരിച്ചതിന് ശേഷം അഥവാ വഴിപഴച്ച അവസ്ഥയ്ക്ക് ശേഷം അല്ലാഹു അവന്റെ ആത്മാവിന് ജീവൻ നൽകുകയും ചെയ്ത ഒരാൾ, അങ്ങനെയുള്ളവൻ ലാ ബുദ്ദ അൻ യുലാഹിദ അഹ്വാലൽ ജാഹിലിയ്യ, അവന്റെ മുന്നിൽ ജാഹിലിയത്തിന്റെ അവസ്ഥകൾ അവന് കാണേണ്ടി വരും. ഇങ്ങനെ പഴച്ചു പോയ ആളുകളുടെ ഇടയിൽ ജീവിക്കുന്ന ഹിദായത്ത് കിട്ടിയ ഒരാൾക്ക് ധാരാളം പഴച്ച ആളുകൾ കാണേണ്ടി വരും. അവരുടെ പല ജാഹിലിയത്തിന്റെ സ്വഭാവങ്ങളും കാണേണ്ടി വരും. വതരീഖൽ ഉമ്മതൈനിൽ മഗ്ദൂബി അലൈഹിം അദ്ദാലീൻ മിനൽ യഹൂദി വന്നസാറ. അൽ മഗ്ദൂബി അലൈഹിം, അതുപോലെ അദ്ദാലൂൻ എന്ന് പറഞ്ഞിട്ടുള്ള യഹൂദികളുടെയും നസ്രാനികളുടെയും സ്വഭാവങ്ങൾ അവർക്ക് ജനങ്ങൾക്കിടയിൽ കാണേണ്ടി വരും. ഫയറാ ഖദ് ബുതുലിയ ബിബഅദ് ദാലിക്, അവന്റെ തന്നെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ പലതുമുണ്ടോ എന്ന് അവന് സംശയിക്കേണ്ടി വരും. അപ്പോ ഇവ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഇൽമു കൂടുന്നതനുസരിച്ച് മനസ്സിലാകും നമ്മുടെ ഉള്ളിലും അതുപോലെ നമ്മുടെ ചുറ്റും ജീവിക്കുന്ന സമൂഹത്തിലും എത്രമാത്രം ജാഹിലിയത്തുണ്ട് എന്നുള്ളത്. ഇൽമില്ലാത്തവൻ അത് മനസ്സിലാക്കുകയില്ല. അപ്പൊ ഈ പറഞ്ഞതിന്റെ ചുരുക്കം എന്താണ്? നമ്മളെല്ലാവരും പാപത്തിന്റെ മുന്നിലാണ് ജീവിക്കുന്നത്. ധാരാളം പാപങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. കാലം കുറെ ദുഷിച്ചിട്ടുണ്ട്. യഹൂദികളുടെയും നസ്രാനികളുടെയും സ്വഭാവം ഉമ്മത്തിലേക്ക് പകർന്നിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചതുപോലെ സംഭവിക്കുകയാണ് എന്നാണ് ശൈഖുൽ ഇസ്ലാം പറയുന്നത്. ഇങ്ങനെയൊന്നും ഇല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഇൽമില്ലാത്തത് കൊണ്ടാണ്. ഇൽമുണ്ടെങ്കിൽ മനസ്സിലാകും. അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥയിൽ എന്തു ചെയ്യണം? ഈ കാലത്തെ പഴിച്ചുകൊണ്ടും
ജനങ്ങളെ ആക്ഷേപിച്ചുകൊണ്ടും അങ്ങനെ ഇരിക്കാനല്ല ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞു ഫഅൻഫഉ മാലിൽ ഖാസ്സത്തി വൽ ആമ്മ. അതുകൊണ്ട് ഏറ്റവും ഉപകാരപ്രദമായ കാര്യം എന്ന് പറയുന്നത് ബിമാ യുഖല്ലിസു നുഫൂസ മിൻ ഹാദിഹിൽ വർത്താത്ത്, ഈ അപകടങ്ങളിൽ നിന്നൊക്കെ, ഈ പറഞ്ഞ ജാഹിലിയത്തും ഈ പറഞ്ഞ യഹൂദിയത്തും നസാനിയത്തും ഈ പറഞ്ഞ മആസി പാപങ്ങൾ, ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്, ഇതിന്റെ അനന്തരഫലമായിട്ടുള്ള അപകടങ്ങളിൽ നിന്ന് മോചനം നേടാനുള്ള മാർഗം എന്താണ് എന്ന് പഠിക്കലാണ് അൻഫഉ മാ ലിൽ ഖാസ്സത്തി വൽ ആമ്മ. പൊതുജനങ്ങൾക്കും പണ്ഡിതന്മാർക്കും എല്ലാവർക്കും ഏറ്റവും ഉപകാരമുള്ള കാര്യം അതെന്താണ്? അതിൽപ്പെട്ട ഒരു കാര്യമാണ് ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് വഹുവ ഇത്തിബാഉ സയ്യിആതി ബിൽ ഹസനാത്ത്. തിന്മകൾക്ക് ശേഷം നന്മകൾ ചെയ്യുക എന്നുള്ളതാണ്. തിന്മകൾ ഏതായാലും സംഭവിക്കും, അതിനുള്ള സാധ്യത ഇക്കാലത്ത് കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ പഠിച്ച് അത് പ്രവർത്തിക്കുക. അതിൽപ്പെട്ടതാണ് ഇത്തിബാഉൽ അസ്സയ്യിആതി അൽ ഹസനാത്ത്. എന്നിട്ട് എന്താണ് ഹസനാത്ത് എന്ന് പറഞ്ഞാൽ എന്ന് വിശദീകരിക്കുകയാണ് ഇബ്നു തൈമിയ്യ. അപ്പം സയ്യിആത്തുകൾ, പാപങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തുടരെ നന്മകൾ ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പൊ നന്മകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹസനാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് വിശദീകരിക്കുകയാണ്. വൽ ഹസനാത്ത്, നന്മകൾ എന്ന് പറഞ്ഞാൽ മാ നദബ അല്ലാഹു ഇലൈഹി അലാ ലിസാനി ഖാതമിൻ നബിയ്യിന സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല അന്ത്യപ്രവാചകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ നമ്മെ പ്രോത്സാഹിപ്പിച്ച കാര്യങ്ങൾ മിനൽ അഅമാലി വൽ അഖ്ലാഖി വസ്സിഫാത്ത്, അങ്ങനെയുള്ള പ്രവൃത്തികളും അഖ്ലാഖ് സ്വഭാവങ്ങളും സിഫാത്തുകൾ വിശേഷണങ്ങളും, ഇതാണ് ഹസനാത്ത് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ, അത് ഇബാദത്തുകളാവാം സ്വഭാവങ്ങളാകാം. ഇനി ഇബ്നു തൈമിയ്യ പറയുന്നു അടുത്ത ഒരു കാര്യം, പാപങ്ങൾ പരിഹരിക്കാനുള്ള 3 മാർഗങ്ങൾ ഇതുവരെ പറഞ്ഞു: തൗബ, ഇസ്തിഗ്ഫാർ, അൽ ഹസനാത്ത്. 4ാമത്തെ കാര്യം ഹദീസുകൾ വന്നിട്ടുള്ള ആയത്തുകളിലൊക്കെ വന്നിട്ടുള്ള 4ാമത്തെ ഒരു സബബ് അദ്ദേഹം പറയുന്നു വമിമ്മ യുസീലു മൂജബദ്ദുനൂബ്, പാപങ്ങളുടെ അനന്തരഫലങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന കാര്യമാണ് അൽ മസായിബുൽ മുകഫിറ, പാപങ്ങൾ പൊറുക്കാൻ കാരണമാകുന്ന മസായിബ്, മുസീബത്തുകൾ. വഹിയ, ഈ മുസീബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? കുല്ലു മാ യുഅ്ലിം, മനുഷ്യനെ വേദനിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും, മിൻ ഹമ്മിൻ, അവന്റെ ആശങ്കകൾ, ഔ ഹസനിൻ, ദുഃഖങ്ങൾ, ഔ അദ, അവനെ ബാധിക്കുന്ന ഉപദ്രവങ്ങൾ, മിൻ ഫിമാലിൻ ഔ ഇർദിൻ ഔ ജസദ്, ആ ഉപദ്രവം അവന്റെ സ്വത്തിലാവാം, സ്വത്ത് നഷ്ടപ്പെടുന്നതാവാം, അവന്റെ അഭിമാനം ക്ഷതപ്പെടുത്തുന്നതാവാം, ഔ ജസദ്, അല്ലെങ്കിൽ ശാരീരികമായ ഉപദ്രവമാകാം. ഇങ്ങനെ എന്തൊക്കെ മുസീബത്താണോ ബാധിക്കുന്നത്, ഔ ഗൈരി ദാലിക്, അല്ലെങ്കിൽ മറ്റ് ഏത് രൂപത്തിലുള്ള മുസീബത്തും. ലാക്കിൻ ലൈസ ഹാദാ മിൻ ഫിഅലിൽ അബ്ദ്, ഇത് അടിമയുടെ പ്രവൃത്തിയിൽപ്പെട്ടതല്ല. അപ്പൊ ആദ്യം പറഞ്ഞ 3 കാര്യങ്ങൾ ഒരു മനുഷ്യൻ ചെയ്യുന്നതാണ്, തൗബയും ഇസ്തിഗ്ഫാറും സാലിഹായ അമലുകളും നമ്മൾ ചെയ്യുന്നതാണ്. എന്നാൽ നമ്മൾ ചെയ്യുന്നതല്ലാത്ത മറ്റൊരു കാരണം അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്, നമ്മുടെ പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി, പാപങ്ങളുടെ അനന്തരഫലമായ അപകടങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി, കഫാറത്തായിക്കൊണ്ട്, പ്രായശ്ചിത്തമായിക്കൊണ്ട്. അതെന്താണ്? അൽ മസായിബ്, മുസീബത്തുകൾ. മുസീബത്ത് എന്ന് പറഞ്ഞാൽ നമ്മെ വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ എന്നാണ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞത്. അത് നല്ലൊരു നിർവചനമാണ്. അല്ലെങ്കിൽ മുസീബത്ത് എന്നതിനെ നമുക്ക് നിർവചിക്കാൻ സാധിക്കില്ല. എന്താണ് മുസീബത്ത് എന്ന് പറഞ്ഞാൽ? ആയിരക്കണക്കിന് കാര്യങ്ങൾ പറയാൻ പറ്റും. അത് ഇബ്നു തൈമിയ്യ ചുരുക്കി പറഞ്ഞു, കുല്ലു മാ യുഅ്ലിം, വേദനിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും. അതെല്ലാം കഫാറത്താണ്, പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള മാർഗങ്ങളാണ്. ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹത്ത ശൗകതു യുശാകുഹ, ഒരു മുള്ളു കുത്തുന്നത് പോലും തുകഫിറു അൻഹു, പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാണ്, പാപങ്ങൾ പൊറുക്കാനുള്ള കാരണമാണ്. അപ്പൊ മുള്ളു കുത്തുക എന്ന് പറഞ്ഞാൽ എത്ര നിസ്സാരമായ കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ മറ്റുള്ള മുസീബത്തുകൾ അത് യാതൊരു സംശയവുമില്ല പാപങ്ങൾ പൊറുക്കാൻ കാരണമാകും എന്ന കാര്യം. സലഫുകൾ പലരും പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം, ഇബ്നു തൈമിയ്യ, ഇബ്നുൽ ഖയ്യിം, ഇബ്നു ഹജർ, അങ്ങനെയുള്ള പല ഉലമാക്കളും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണ്? ഈ പറഞ്ഞത്, അഥവാ മുസീബത്തുകൾ കഫാറത്താണ്, പ്രായശ്ചിത്തമാണ് എന്ന് പറഞ്ഞത് അത് പ്രതിഫലത്തിന് കാരണമാണ് എന്ന അർത്ഥത്തിലല്ല. ഒരു മുസീബത്ത് ഉണ്ടായതിൽ പ്രതിഫലമില്ല, നേരെ മറിച്ച് പാപങ്ങൾ പുറത്തു തരും. പ്രതിഫലം കിട്ടണമെങ്കിൽ എന്ത് വേണം? നിയ്യത്ത് വേണം. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, അല്ലാഹു അമലായി സ്വീകരിക്കുന്നത് നിയ്യത്തുള്ള കാര്യങ്ങളെ മാത്രമാണ്. അപ്പോ നമുക്കൊരു മുസീബത്ത് ബാധിച്ചാൽ നിയ്യത്തില്ലെങ്കിൽ പോലും അത് കാരണം അല്ലാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരും. പക്ഷെ അതിന് പ്രതിഫലവും ദറജകളിൽ ഉയർച്ചയും ഒക്കെ കിട്ടണമെങ്കിൽ നിയ്യത്ത് വേണം. ഈ മുസീബത്തിൽ ഞാൻ ക്ഷമിക്കുന്നു, അള്ളാഹുവിന്റെ വിധിയാണ് എന്നുള്ള നിയ്യത്ത് ചിന്ത മനസ്സിലുണ്ടാകണം. അതിനുശേഷം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നു, ഫലമ്മ ഖള ബിഹാതൈനിൽ കലിമതൈനി ഹഖ്ഖല്ലാഹ്, ഈ പറഞ്ഞ 2 വാചകങ്ങൾ അഥവാ ഹദീസിലെ 3 വാചകങ്ങളിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും കാര്യം അള്ളാഹുമായി ബന്ധപ്പെട്ടതാണ്. ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത വഅത്ബിഇ സയ്യിഅത്തൽ ഹസനത തംഹുഹാ,
എവിടെയായിരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിക്കുക. ആ സൂക്ഷ്മതയുടെ കാര്യത്തിൽ വീഴ്ചകൾ സംഭവിച്ചാൽ അത് കഴിഞ്ഞപ്പോൾ മിൻ അമലിൻ സാലിഹിൻ വ ഇസ്ലാഹിൽ ഫാസിദ്, സാലിഹായ അമലുകൾ ചെയ്യുക, ഫാസിദായ അമലുണ്ടായാൽ അതിനെ നന്നാക്കുക, അതിനെ പരിഹരിക്കുക എന്ന് പറഞ്ഞതിന് ശേഷം ഖാല, ഈ ഹദീസിൽ പറയുന്നു, വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ, ജനങ്ങളോട് സൽസ്വഭാവത്തോടുകൂടി അൽ ഖുലുഖുൽ ഹസൻ, നല്ല സ്വഭാവത്തിൽ പെരുമാറുക. വഹുവ ഹഖുൻ നാസ്, ഇത് ജനങ്ങളുടെ ഹക്കാണ്, ജനങ്ങളോടുള്ള ബാധ്യതയാണ്. അള്ളാഹുവിനോടുള്ള ഹക്ക് ആദ്യത്തെ 2 വാചകങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ജനങ്ങളോടുള്ള ഹക്കിനെ കുറിച്ച് പറയുകയാണ്. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു ദീനുൽ ഇസ്ലാം മുഴുവനും നിലനിൽക്കുന്നത് ഈ 2 ഹക്കുകളുടെ മുകളിലാണ്. ഇത് രണ്ടുമായിരിക്കും ദീനിന്റെ എല്ലാ ഹുക്കുമുകളുടെയും അടിസ്ഥാനം. ഒന്നുകിൽ അള്ളാഹുവിനോടുള്ള ഒരു ഹക്ക്, നമസ്കാരം, നോമ്പ്, ഇതൊക്കെ അള്ളാഹുവിനോടുള്ള ഹക്കാണ്. അല്ലെങ്കിൽ സൃഷ്ടികളോടുള്ള ഹക്കായിരിക്കും. ബിർറുൽ വാലിദൈൻ, സിലത്തുൽ അർഹാം, ഇതൊക്കെ മാതാപിതാക്കളോടും ബന്ധുക്കളോടും ഒക്കെയുള്ള ഹക്കുകൾ, അത് സൃഷ്ടികളുടെ ഹക്കാണ്. അപ്പൊ അതാണ് 3ാമത്തെ വാചകം, വജിമാഉൽ ഖുലുഖിൽ ഹസൻ. ഇനി സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇബ്നു തൈമിയ്യ ചുരുക്കി പറയുകയാണ്. മഅന്നാസ്, ജനങ്ങളുമായുള്ള നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ അൻ തസ്ല മൻ ഖതഅക്, നിന്നോട് ബന്ധം മുറിച്ചവനെ അവനുമായി നീ ബന്ധം ചേർക്കുക. നിന്നോട് ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം ചേർക്കുക. എങ്ങനെയാണ് ബന്ധം ചേർക്കേണ്ടത്? ബിസ്സലാം, സലാം പറഞ്ഞുകൊണ്ട്. ഇങ്ങോട്ട് സലാം പറയാത്തവനോട് അങ്ങോട്ട് സലാം പറയാം. വലിക്റാം, സൽക്കരിച്ചുകൊണ്ട്. നമ്മെ അങ്ങോട്ട് ക്ഷണിച്ച് സൽക്കരിക്കാത്തവനെ നമ്മൾ ഇങ്ങോട്ട് വിളിച്ച് സൽക്കരിക്കുക. വദ്ദുആ ഇലഹു, അവന് വേണ്ടി ദുആ ചെയ്യുക. വലിസ്തിഗ്ഫാർ, അവന് വേണ്ടി പാപമോചനം തേടുക. വസ്സനാഇ അലൈഹി, അവനെ പുകഴ്ത്തി പറയുക. വസിയാറത്തി ലഹു, അവനെ സന്ദർശിക്കുക. വതുഅതി മൻ ഹറമക്, നിനക്ക് ഇങ്ങോട്ട് ഉപകാരങ്ങൾ തടഞ്ഞു വെച്ചവന് അങ്ങോട്ട് നൽകുക, അങ്ങോട്ട് കൊടുക്കുക. മിന തഅലീമി വൽ മൻഫഅത്തി വൽ മാൽ, അത് പണം മാത്രമല്ല, ഇൽമു പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഉപകാരങ്ങൾ, ഏത് തരത്തിലുള്ള ഉപകാരമായാലും സമ്പത്തായാലും അവന് അങ്ങോട്ട് കൊടുക്കുക. അപ്പൊ ഇതാണ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് സൽസ്വഭാവമായി കൊണ്ട് പരിചയപ്പെടുത്തുന്നത്, പഠിപ്പിക്കുന്നത്. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? കാരണം ഇത് ചെയ്യുന്ന ഒരാളുടെ സ്വഭാവം പൂർണ്ണമായിരിക്കും. ഇങ്ങോട്ട് ഉപദ്രവിച്ചവനോട് അങ്ങോട്ട് നല്ല നിലക്ക് പെരുമാറുക, ഇങ്ങോട്ട് തടഞ്ഞവന് അങ്ങോട്ട് കൊടുക്കുക. ഇങ്ങനെയുള്ള ഒരാൾക്ക് അവൻ മറ്റുള്ള കാര്യങ്ങളിൽ അവന്റെ സ്വഭാവം നല്ലതായിരിക്കും എന്നൊരു സംശയമില്ല. അവൻ ഒരാളെയും ഉപദ്രവിക്കുകയില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നിട്ട് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നു, വതഅഫു അമ്മൻ ളലമക, നിന്നോട് ദുൽമ ചെയ്തവന് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. ഫിദമിൻ ഔ മാലിൻ ഔ ഇർദ്, അത് നിന്റെ സ്വത്തിന്റെ കാര്യത്തിലാണെങ്കിലും അഭിമാനത്തിന്റെ കാര്യത്തിലാണെങ്കിലും രക്തത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഈ കാര്യങ്ങളിലൊക്കെ നിനക്ക് ഉപദ്രവം ചെയ്തവൻ ആണെങ്കിലും അവനോട് വിട്ടുവീഴ്ച ചെയ്യുക. ഫബഅദു ഹാദാ വാജിബുൻ വബഅദുഹു മുസ്തഹബ്, ഈ പറഞ്ഞതിൽ ചിലതൊക്കെ വാജിബാണ്, ചിലതൊക്കെ മുസ്തഹബാണ്. ചില സന്ദർഭങ്ങളിൽ ഈ പറഞ്ഞത് വാജിബാകും. മാതാപിതാക്കളോ രക്തബന്ധുക്കളോ ഒക്കെയാണ് ഉപദ്രവിച്ചതെങ്കിൽ അവരോട് ബന്ധം മുറിക്കാതിരിക്കുക എന്നുള്ളത് വാജിബാകും. ചില സന്ദർഭങ്ങളിൽ മുസ്തഹബാകും. ഇപ്പൊ ഇവിടെ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് സൽസ്വഭാവം എന്താണ് എന്ന് വിശദീകരിച്ചിരിക്കുകയാണ്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ജഅഫർ ഇബ്നു മുഹമ്മദ് റഹിമഹുല്ലാഹ് പറഞ്ഞതായി. ജഅഫർ ഇബ്നു മുഹമ്മദ് എന്ന് പറയുന്നത് മുമ്പ് നമ്മൾ പറഞ്ഞു അലി ഇബ്നു ഹുസൈൻ റഹിമഹുല്ലാഹു തആലയുടെ പേരക്കുട്ടിയാണ്. മുഹമ്മദ് ഇബ്നു ജഅഫർ ഇബ്നു മുഹമ്മദ് ഇബ്നു അലി ഇബ്നു ഹുസൈൻ ഇബ്നു അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറഞ്ഞതായി ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് സൽസ്വഭാവത്തിന്റെ മറ്റൊരു നിർവചനം പറഞ്ഞിട്ടുണ്ട്. അത് വളരെ മനോഹരമായ ഒരു നിർവചനമാണ്. എന്താണ് നല്ല സ്വഭാവം നമുക്ക് പഠിക്കാൻ പറ്റും, അത് നടപ്പിലാക്കിയാൽ നമ്മുടെ സ്വഭാവം നന്നാവും. ഒരായത്താണ്. ഈ ആയത്തിൽ സൽസ്വഭാവം പൂർണ്ണമായും ഉൾക്കൊണ്ടിട്ടുണ്ട്. എന്താണത്? അത് ഇബ്നു ഖയ്യിം മദാരിജുസ് സാലിഖീൻ എന്ന കിതാബിൽ ഉദ്ധരിച്ചതാണ്. അദ്ദേഹം പറയുന്നു, ജിമാഉൽ അഖ്ലാഖിൽ ഹസനത്തി ഫീ ഖൗലിഹി തആല, സൽസ്വഭാവം മുഴുവനും സമഗ്രമായി ഉൾക്കൊണ്ടിട്ടുണ്ട്, എല്ലാ നല്ല സ്വഭാവം ഉൾക്കൊണ്ടിട്ടുണ്ട് അള്ളാഹുവിന്റെ ഒരു വചനത്തിൽ, ഒറ്റായത്തിൽ. സൂറത്തുൽ അറാഫിലെ 199-ാമത്തെ ആയത്ത്, ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅഅ്റിദ് അനിൽ ജാഹിലീൻ. ഖുദിൽ അഫ്വ, അഫ്വ എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ യസ്അലൂനക മാദാ യുൻഫിഖൂന, എന്താണ് ചെലവഴിക്കേണ്ടത് എന്ന് അവർ ചോദിക്കുന്നു, സദഖ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നു. ഖുലിൽ അഫ്വ, നീ അവർക്ക് പറഞ്ഞു കൊടുക്കുക അൽ അഫ്വ, അവരുടെ ആവശ്യം കഴിഞ്ഞിട്ട് എന്താണോ സാധിക്കുന്നത് അത് സദഖ ചെയ്യുക. അവനവന്റെ അത്യാവശ്യങ്ങൾ കഴിഞ്ഞിട്ട് സാധിക്കുന്നത് സദഖ ചെയ്യുക. അപ്പൊ അഫു എന്ന് പറഞ്ഞാൽ ഇതാണ്, ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് എന്നൊക്കെയാണ് അഫ എന്ന വാക്കിന്റെ അർത്ഥം. അഫ, അഫു എന്നുള്ള വാക്കിന്റെ അർത്ഥം, ഒരർത്ഥം. അപ്പോ ഒന്നാമത്തെ കാര്യം, സൽസ്വഭാവത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള ഒന്നാമത്തെ കാര്യം ഖുദിൽ അഫ്വ, അഫു ആയിട്ടുള്ള കാര്യം സ്വീകരിക്കുക. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മനുഷ്യർ നമ്മോട് പെരുമാറുന്നത് എങ്ങനെയാണോ അതങ്ങനെ സ്വീകരിക്കുക, അത് മതി എന്ന് വിചാരിക്കുക. ഒരാൾ നമ്മെ കാണുമ്പോൾ എത്രമാത്രം അവൻ
സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്, അത്ര സ്നേഹം മതി. ഒരാൾ അവന്റെ വീട്ടിലേക്ക് നമ്മൾ ചെന്നാൽ എങ്ങനെയാണ് നമ്മൾ സൽക്കരിക്കുന്നത്? അത് അവന്റെ ആവശ്യങ്ങൾ കഴിഞ്ഞ് അവന്റെ മനസ്സ് സമ്മതിക്കുന്ന അളവിലാണ് അവൻ നമ്മെ സൽക്കരിക്കുന്നത്, അത് മതി. ഇങ്ങനെ ജനങ്ങൾ ഇങ്ങോട്ട് തരുന്നതൊക്കെ എത്ര അളവിലാണോ അത് മതി എന്ന് തീരുമാനിക്കുക. ഒരാൾ നമ്മൾ ബഹുമാനിക്കുന്നത് ഒരു അളവിലാണ്, അത്ര അളവ് നമുക്ക് പോരാ. പക്ഷെ അങ്ങനെ വിചാരിക്കാതിരിക്കുക. ഖുദിൽ അഫ്വ, അവൻ എന്താണോ ഇങ്ങോട്ട് തരുന്നത് അത് സ്വീകരിക്കുക. ഇതാണ് ഒന്നാമത്തെ കാര്യം. അപ്പൊ മറ്റുള്ളവർ ഇങ്ങോട്ട് പെരുമാറുന്നത് അത് എങ്ങനെയായാലും അത് അത്ര മതി എന്ന് തീരുമാനിക്കുക. ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫ്. ഉർഫ് എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ കൽപ്പിക്കുക. അഥവാ ആളുകളോട് അങ്ങോട്ട് സംസാരിക്കുന്നതും പെരുമാറുന്നതുമൊക്കെ അവരെ നന്നാക്കാനുള്ള രൂപത്തിലായിരിക്കും. നന്മ കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവന്റെ അവസ്ഥ നന്നാവണം. ഉർഫ് എന്നുള്ള വാക്ക് വിശാലമാണ്. എല്ലാ മഅറൂഫും, എല്ലാ നല്ല കാര്യങ്ങളും അതിൽ ഉൾപ്പെട്ടു. അവരുടെ അവസ്ഥ നന്നാക്കാൻ വേണ്ടി. എന്തിനാണ് നമ്മൾ ഒരാളുടെ നല്ല കാര്യം ഉപദേശിക്കുന്നത്? നമ്മൾ പലപ്പോഴും അതിന്റെ പിന്നിലുള്ള നിയ്യത്തിനെ കുറിച്ച് ചിന്തിക്കാത്തത് കൊണ്ട് നമുക്ക് ആ പ്രവൃത്തി ചെയ്യുന്നതിൽ പല കുറവുകളും വരും. നന്മ ഉപദേശിക്കുക എന്നുള്ളത്, നന്മ കൽപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ ആരോടാണോ സംസാരിക്കുന്നത്, ആരെയാണോ ഉപദേശിക്കുന്നത്, അവൻ ആഖിറത്തിൽ രക്ഷപ്പെടണം, അവന്റെ ജീവിതത്തിൽ ഖൈറുണ്ടാകണം എന്ന് കരുതി നമ്മൾ ഉപദേശിക്കുകയാണ്. അല്ല നമ്മൾ അവനോട് പ്രതികാരം തീർക്കുകയോ അവനേക്കാൾ നമുക്ക് അറിവുണ്ടെന്ന് തെളിയിക്കുകയോ ഒന്നുമല്ല ലക്ഷ്യം. അങ്ങനെ ഉപദേശിക്കുന്ന ഒരാൾ ആരെങ്കിലും ഉപദ്രവിക്കുമോ? ഇല്ല. കാരണം അവൻ മറ്റുള്ളവർക്കെല്ലാം നന്മയുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവനാണ്. അപ്പൊ അങ്ങോട്ടുള്ള പെരുമാറ്റം മുഴുവൻ നസീഹത്തോടു കൂടിയുള്ള, മറ്റുള്ളവർക്ക് ഉപകാരമുണ്ടാകണം, ദുനിയാവിലും ആഖിറത്തിലും അവർ നന്നാകണം എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പെരുമാറ്റങ്ങളായിരിക്കും. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് എന്ത് വന്നാലും പ്രശ്നമില്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ലത് മാത്രം പുറത്തു പോവുകയുള്ളൂ. മൂന്നാമത്തെ കാര്യം വഅഅ്റിദ് അനിൽ ജാഹിലീൻ. ജാഹിൽ എന്ന് പറഞ്ഞാൽ എന്റെ ഒരർത്ഥം അക്രമം ചെയ്യുന്നവനെന്നാണ്. റമദാനിലെ നോമ്പിനെ കുറിച്ച് വന്ന ഹദീസിൽ ഈ വാക്ക് വന്നിട്ടുണ്ട്. എന്താണ്? ആരാണോ ചീത്ത വാക്കുകളും പ്രവൃത്തികളും ജഹലും ഉപേക്ഷിക്കാത്തത്, ഫലൈസലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ തഅമഹു വശറാബഹു. അപ്പോൾ ജഹൽ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് അക്രമം, പാപങ്ങൾ എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പൊ അങ്ങനെ അക്രമം ചെയ്യുന്ന ആളുകൾ, ഉപദ്രവിക്കുന്ന ആളുകൾ, അവരോട് എന്താണ് ചെയ്യേണ്ടത്? വഅഅ്റിദ് അനിൽ ജാഹിലീൻ. അവർ പ്രതികാരം ചെയ്യാൻ നിൽക്കാതെ അവർ ഒഴിവാക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ആളുകൾ ഇങ്ങോട്ട് എന്ത് രൂപത്തിൽ പെരുമാറിയാലും അതിൽ അസ്വസ്ഥത കാണിക്കാതിരിക്കുക. നമ്മളെല്ലാവരോടും അവർക്ക് നന്മ വരണം എന്ന നിയ്യത്തോടുകൂടി അതിനു വേണ്ടത് പ്രവർത്തിക്കുക. എങ്ങനെയൊക്കെ ആയിട്ടും ആളുകൾ നമ്മെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ വഅഅ്റിദ് അനിൽ ജാഹിലീൻ, അതിന് പ്രതികാരം ചെയ്യാതെ അവരെ അവഗണിക്കുകയും ചെയ്യുക. ഇതാണ് സൽസ്വഭാവത്തിന്റെ 3 റുക്നുകൾ എന്നാണ് മുഹമ്മദ് ബിൻ ജഅഫർ റഹിമഹുല്ലാ പറഞ്ഞതായി ഇബ്നുൽ ഖയ്യിം ജഅഫർ ബിൻ മുഹമ്മദ് അസ്സാദിഖ് റഹിമഹുല്ലാ പറഞ്ഞതായി ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ മദാരിജുസ് സാലിഖീൻ ഉദ്ധരിച്ചിട്ടുള്ളത്. ഇതാണ് ഈ ഹദീസിലെ അടുത്ത കാര്യം. വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറയുന്നു, എന്നാൽ وأما الخلق العظيم الذي وصف الله به محمد صلى الله عليه وسلم. ഖുർആനിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വഇന്നക ലഅലാ ഖുലുഖിൻ അളീം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടെ ഉദ്ദേശിക്കുന്ന ഖുലുഖ് ഈ പറഞ്ഞ ഖുലുഖല്ല. കാരണം എന്താണ്? ഇവിടെ വഖാലിഖിൻ നാസ, ജനങ്ങളോട് സൽസ്വഭാവത്തോടുകൂടി പെരുമാറണം എന്നാണ് പറഞ്ഞത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞത് അത് ജനങ്ങളോടുള്ള പെരുമാറ്റമല്ല, അതിനേക്കാൾ വിശാലമാണ്. ജനങ്ങളോടുള്ള പെരുമാറ്റവും അള്ളാഹുവിനുള്ള ഇബാദത്തും എല്ലാം ഉൾപ്പെടുന്നതാണ്. ആ അർത്ഥത്തിലും ഖുലുഖ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട് എന്ന് സാന്ദർഭികമായി പറയുകയാണ്. ഇവിടെ ഇപ്പോൾ നല്ല സ്വഭാവം എന്താണെന്ന് വിശദീകരിച്ചപ്പോൾ ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സൂറത്തുൽ ഖലമിൽ പറഞ്ഞതെന്ന് വിചാരിക്കണ്ട. അവിടെ പറഞ്ഞത് ഇതിനേക്കാൾ വിശാലമായ അർത്ഥത്തിലാണ്. കാരണം ഖുലുഖ് എന്നുള്ള വാക്ക് അങ്ങനെ വിശാലമായ അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഇബ്നു തൈമിയ്യ പറയുന്നു ഫഹുവ ദീൻ, അവിടെ ഉദ്ദേശിച്ചത് ദീൻ എന്നാണ്. ഇന്നക ലഅലാ ഖുലുഖിൻ അളീം എന്ന് പറഞ്ഞാൽ അലാ ദീനിൻ അളീം, വലിയ ദീനുള്ളയാളാണ്, മഹത്തായ ദീനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. ആ ദീൻ എന്ന് പറഞ്ഞാൽ അൽ ജാമിഉ ലിജമീഇ മാ അമറ അല്ലാഹു ബിഹി മുത്ലഖൻ, അല്ലാഹു കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടു. അതാണ് മുഫസ്സിരിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഹകദാ ഖാല മുജാഹിദുൻ വഗൈറുഹു വഹുവ തഅവീലുൽ ഖുർആൻ കമാ ഖാലത് ആയിഷ റളിയല്ലാഹു അൻഹാ. അവിടെ പറഞ്ഞ ഖുലുഖ് എന്ന് പറയുന്നത് ഖുർആൻ എന്നാണ് അർത്ഥം. കാരണം ഖുർആന്റെ എല്ലാ കൽപ്പനകളും പാലിക്കുന്നവനാണ് താങ്കൾ എന്നാണ് അവിടെ പറഞ്ഞതിന്റെ അർത്ഥം. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ കാന ഖുലുഖുഹു അൽ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുലുഖ് എന്ന് പറഞ്ഞാൽ ഖുർആനായിരുന്നു. ഖുർആൻ എന്ന് പറയുന്നത് ജനങ്ങളോടുള്ള പെരുമാറ്റ മര്യാദകളുണ്ട്, തൗഹീദുണ്ട്, ഇബാദത്തുകളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം എന്ന് പറയുന്നത് ജനങ്ങളോടുള്ള പെരുമാറ്റം മാത്രമല്ല എന്ന് സാന്ദർഭികമായി ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അവിടെ ഉണർത്തിയിരിക്കുന്നു. നോക്കൂ നിങ്ങൾ, സ്വഭാവത്തിന്റെ പ്രാധാന്യം അത് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. ഈ ഹദീസ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സനദിൽ അതിന് ഇല്ലത്തുകൾ ഉണ്ടെങ്കിലും ഇതിന്റെ ആശയം ശരിയാണെന്ന കാര്യത്തിൽ തർക്കമില്ല.
ഇത് ഒരു മനുഷ്യന്റെ ജീവിതം നന്നാക്കുന്ന ഉപദേശമാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അതുകൊണ്ടാണ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഈ ഹദീസ് തന്നോട് ഉപദേശം ചോദിച്ച ആളോട് എടുത്ത് പറഞ്ഞു കൊടുക്കുന്നത്. അതിൽ പറഞ്ഞ ഈ മൂന്നാമത്തെ കാര്യം, ആകെ 3 കാര്യങ്ങളാണ്. അതിൽ പറഞ്ഞ മൂന്നാമത്തെ കാര്യം വഖാലഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ, ജനങ്ങളോട് നല്ല സ്വഭാവത്തിൽ പെരുമാറുക. ഖുലുഖ് എന്നുള്ളത്, സ്വഭാവം എന്നുള്ളത് ഇസ്ലാമിൽ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, സൽസ്വഭാവങ്ങൾ പൂർത്തിയാക്കാനാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ജാഹിലിയ കാലത്ത് അറബികൾക്കിടയിൽ പല നല്ല സ്വഭാവങ്ങളും ഉണ്ടായിരുന്നു. അവരുടെ അധിക സ്വഭാവങ്ങളും ഷർറായിരുന്നെങ്കിലും, ഷിർക്കും കുഫറും അതുപോലെയുള്ള മാസിയത്തുകളും ഉണ്ടായിരുന്നെങ്കിലും അവർക്ക് നല്ല ചില സ്വഭാവങ്ങളുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയാണ് ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, സൽസ്വഭാവങ്ങൾ പൂർത്തിയാക്കാനാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞ വളരെ മഹത്തായ ഒരു വാക്കുണ്ട്. ഇത് നമ്മൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും പൊത്തിവെച്ചതുപോലെ സൂക്ഷിക്കേണ്ടതാണ്. അദ്ദേഹം പറയുന്നു മദാരിജുസ് സാലിക്കിൻ എന്ന കിതാബിൽ, കുല്ലു മൻ സാദ അലൈക ഫിൽ അഖ്ലാഖിൽ ഹസന ഫഖദ് സാദ അലൈക ഫിദ്ദീൻ. ഏതൊരാളാണോ നിന്നെക്കാളും നല്ല സ്വഭാവമുള്ളത്, നല്ല സ്വഭാവത്തിന്റെ സൽസ്വഭാവത്തിന്റെ കാര്യത്തിൽ നിന്നെ തോൽപ്പിച്ചത്, ഫഖദ് സാദ അലൈക ഫിദ്ദീൻ, അവൻ നിന്നേക്കാൾ ദീനുള്ളവനാണ്. നമ്മൾ ചിലപ്പോൾ ചില ആളുകൾ കാണും, നല്ല സ്വഭാവമുള്ള ആളുകളെ, അവരുടെ സ്വഭാവങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടും. അപ്പൊ മനസ്സിലാക്കുക, അവൻ നിന്നേക്കാൾ ദീനുള്ളവനാണ്. കാരണം അഖ്ലാഖ് എന്ന് പറയുന്നത് ദീനാണ്. സൽസ്വഭാവം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ മുൻഗാമികളായ പല പണ്ഡിതന്മാരും സൽസ്വഭാവത്തിന് ഇത്രയും പ്രാധാന്യമുള്ളത് കൊണ്ട് അഖീദയുടെ കിതാബുകളിൽ അഖ്ലാഖിനെ കുറിച്ച് പറയുന്നത് കാണാം. അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു കിതാബാണ് അബു ഉസ്മാൻ അസ്സാബൂനി റഹിമഹുല്ലാഹ് രചിച്ചിട്ടുള്ള അഖീദത്തുസ് സലഫി അസ്ഹാബുൽ ഹദീസ് എന്ന് പറയുന്ന കിതാബ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ പറയുന്ന കിതാബാണ്. ആ കിതാബിൽ അഖീദ വിശദീകരിച്ച് അവസാനം അഖ്ലാഖിനെ കുറിച്ച് പറയുന്നു. എന്തുകൊണ്ടാണ്? ഫിഖഹിന്റെ വിശദമായ മസലകളൊന്നുമില്ല, നമസ്കാരത്തിന്റെ ഷർത്തും ഫർദൊന്നുമില്ല. നേരെ മറിച്ച് അഖീദ കഴിഞ്ഞിട്ട് നേരെ അഖ്ലാഖിനെ കുറിച്ചാണ് വിശദീകരിക്കുന്നത്. അത് നമസ്കാരത്തെക്കാൾ പ്രധാനപ്പെട്ടതാണ് എന്നതുകൊണ്ടല്ല, നേരെ മറിച്ച് ആളുകൾ അശ്രദ്ധയിലാകുന്ന കാര്യമാണ്. അഖീദയുടെ കാര്യത്തിന് പ്രാധാന്യം കൊടുക്കും, ഇബാദത്തുകളുടെ കാര്യത്തിന് പ്രാധാന്യം കൊടുക്കും. എന്നാൽ അഖ്ലാഖിന്റെ കാര്യം അത് അത്ര പ്രധാനമല്ല എന്ന് പലപ്പോഴും ആളുകൾക്ക് തോന്നാറുണ്ട്. ജനങ്ങളുടെ അവസ്ഥ എങ്ങനെയാണ്, അതുകൊണ്ടാണത് ഇമാം സാബൂനി റഹിമഹുല്ലാഹ് പറഞ്ഞത്. അതുപോലെ തന്നെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അഖീദത്തുൽ വാസിത്തിയ്യ എന്ന കിതാബിൽ അതിന്റെ അവസാന ഭാഗത്ത് സ്വഭാവത്തെക്കുറിച്ച് പറയുന്നത് കാണാം. അസ്മാ സിഫാത്തിനെ കുറിച്ചും ഇങ്ങനെയുള്ള ദീനിന്റെ അടിസ്ഥാനപരമായ വിശ്വാസ കാര്യങ്ങൾ പറയുന്ന കിതാബിൽ അദ്ദേഹം അഖ്ലാഖിനെ കുറിച്ച് അതിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞത് കാണാം. ഈ അടുത്ത കാലത്ത് മരണപ്പെട്ട നമ്മുടെ ഇമാം ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. അദ്ദേഹം ദീർഘകാലം 90 വയസ്സോളം ദഅവത്ത് ചെയ്ത് ലോകത്തിന്റെ നാനാഭാഗങ്ങൾ സഞ്ചരിച്ച് തൗഹീദിലേക്കും സുന്നത്തിലേക്കും ക്ഷണിച്ച് ധാരാളം ത്യാഗങ്ങൾ സഹിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഈ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുകയാണ്, ഞാൻ ആദ്യകാലത്ത് കരുതിയിരുന്നത് മുസ്ലിം ഉമ്മത്തിനെ ബാധിച്ചിട്ടുള്ള ഏറ്റവും വലിയ രോഗം അത് അഖീദയുടെ വിഷയത്തിലുള്ള ദലാലത്തുകളാണ്, പിഴവുകളാണ് എന്നാണ്. പലതരത്തിലുള്ള ശിർക്കും ഖുറാഫാത്തുകളും ബിദ്അത്തുകളും അതാണ് മുസ്ലിം ഉമ്മത്തിന്റെ അടിസ്ഥാന പ്രശ്നം എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലായി, അതിന്റെ കൂടെ തന്നെ അഖ്ലാഖിന്റെ കാര്യത്തിലും വലിയൊരു ദുരന്തം നമ്മെ ബാധിച്ചിട്ടുണ്ട്. മുൻകാലത്തില്ലാത്ത ദലാലത്തുകൾ അഖ്ലാഖിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് പരിഹരിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു തആല നമുക്ക് അതിന് തൗഫീഖ് ചെയ്യട്ടെ. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് തുടർന്ന് പറയുന്നു, അമ്മാ ബയാനു അന്ന ഹാദാ കുല്ലുഹു ഫി വസിയ്യത്തില്ലാഹ്. എന്നാൽ ഇവിടെ ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞതാണ്, വസിയത്ത് ചോദിച്ച ആളോട് അള്ളാഹും റസൂലും പറയുന്ന വസിയത്ത് ഞാൻ പറഞ്ഞുതരാം എന്നാണ് പറയുന്നത്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വസിയത്ത് എന്ന് പറഞ്ഞുകൊണ്ട് മുആദ് ബിൻ ജബലിന്റെ ഈ ഹദീസ് ധരിച്ചു. അള്ളാഹു തആല പറഞ്ഞ വസിയത്ത് എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് പറഞ്ഞത്? വലഖദ് വസ്സൈനൽ ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും വയ്യാക്കും അൻ തഖുല്ലാഹ് എന്ന് പറഞ്ഞു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയത്ത് ഇത്രയും വിശദീകരിച്ചു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ആയത്തിലുണ്ടോ? അള്ളാഹും റസൂലും പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടാണല്ലോ തുടങ്ങിയത്. റസൂൽ പറഞ്ഞത് വിശദീകരിച്ചു. അള്ളാഹുവിന്റെ ഹക്കും ആ ഹക്കിൽ വീഴ്ച വരുത്തിയാൽ ചെയ്യേണ്ട കാര്യങ്ങളും ജനങ്ങളുടെ ഹക്കും ഈ ഹദീസിലുണ്ട്. എന്നാൽ അള്ളാഹു തആലയുടെ വസിയത്ത് എന്താണ്? അനി തഖുല്ലാഹ് എന്ന് മാത്രമേ ഉള്ളൂ. അത് രണ്ടും എങ്ങനെയാണ് ഒരുപോലെയാകുന്നത്? അതാണ് ഇവിടെ അദ്ദേഹം പറയുന്നത്. ഫഹുവ തഖ്വല്ലാഹ്, അള്ളാഹുവിന്റെ വസിയത്ത് തഖ്വയാണ്, തഖ്വല്ലാഹ് എന്നതാണ്. ആ തഖ്വല്ലാഹ് എന്നുള്ളത് യജ്മഉ കുല്ലമാ അമറല്ലാഹു ബിഹി ഈജാബൻ വസ്തിഹ്ബാബ്, അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള ഫർളായ കാര്യങ്ങളെല്ലാം അതുപോലെ സുന്നത്തായ കാര്യങ്ങളെല്ലാം തഖ്വല്ലാഹ് എന്ന് പറഞ്ഞതിൽ ഉൾപ്പെട്ടുവല്ലോ. വമാ നഹ അൻഹു തഹ്രീമൻ വതൻസീഹൻ, അള്ളാഹു വിലക്കിയിട്ടുള്ള ഹറാമുകളും കറാഹത്തുകളും എല്ലാം ഉപേക്ഷിക്കണം എന്നതും തഖ്വയിൽപ്പെട്ടല്ലോ. വഹാദാ യജ്മഉ ഹുഖൂഖല്ലാഹി വഹുഖൂഖൽ ഇബാദ്, ഇതിൽ അള്ളാഹുവിന്റെ ഹക്കുകളും പെട്ടു ജനങ്ങളുടെ ഹക്കുകളും പെട്ടു. അള്ളാഹു കൽപ്പിച്ച കാര്യം എന്ന് പറയുമ്പോൾ
അള്ളാഹുവിനോട് ചെയ്യേണ്ട കാര്യങ്ങൾ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. നമസ്കരിക്കണം, നോമ്പ് നോൽക്കണം, ഇങ്ങനെ. അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അള്ളാഹുമായി ബന്ധപ്പെട്ട് അള്ളാഹു വിലക്കിയ കാര്യങ്ങളുണ്ട്. ഷിർക്ക് ചെയ്യരുത്, അതുപോലെ അള്ളാഹു വിലക്കിയിട്ടുള്ള ഹറാമുകൾ ചെയ്യരുത്. അതുപോലെ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളിൽ പെട്ടതാണ് സൃഷ്ടികളോടുള്ള ബാധ്യതകൾ. അതുപോലെ തന്നെ സൃഷ്ടികളുമായി ബന്ധപ്പെട്ട് അള്ളാഹു വിലക്കിയിട്ടുള്ള ഹറാമുകളുണ്ട്. ആരെയും ദുൽമ ചെയ്യരുത്, മോഷ്ടിക്കരുത്, ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളോട് മര്യാദയില്ലാതെ പെരുമാറരുത്, ഇതെല്ലാം പെട്ടു. അപ്പൊ തഖ്വ എന്ന് പറയുന്നത് ഇതെല്ലാം ഉൾക്കൊള്ളുന്ന വസിയത്താണ്. ശൈഖുൽ ഇസ്ലാം തുടർന്ന് പറയുന്നു, ലാക്കിൻ പക്ഷേ തഖ്വ എന്ന വാക്കിന്റെ ഈ വിശാലത പിന്നീട് പിൽക്കാലത്ത് പല ആളുകൾക്കും അവർ ഈ അർത്ഥത്തിൽ, വിശാലമായ അർത്ഥത്തിലല്ല തഖ്വ എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുള്ളത്. എന്താണ് പിന്നെ വന്ന അർത്ഥം? താറത്തൻ യുഅ്നാ ബിത്തഖ്വ, തഖ്വ എന്ന വാക്കുകൊണ്ട് പലപ്പോഴും ഉദ്ദേശിക്കാറുള്ളത് ഖശ്യത്തുൽ അദാബി അൽ മുഖ്തദിയതു ലിൽ ഇൻകിഫാഫി അനിൽ മഹാരിം, ഹറാമുകൾ ഉപേക്ഷിക്കാൻ പ്രേരിപ്പിക്കുന്ന പേടി, അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി, അള്ളാഹുവിനെ പേടിച്ചിട്ട് ഹറാമുകൾ ഉപേക്ഷിക്കുക എന്ന അർത്ഥത്തിലാണ് തഖ്വ എന്നുള്ള വാക്ക് പലപ്പോഴും ഉപയോഗിക്കാറുള്ളത്. അത് തെറ്റാണ് എന്ന അർത്ഥത്തിലല്ല പറഞ്ഞിട്ടുള്ളത്. തഖ്വ എന്ന വാക്ക് രണ്ട് രൂപത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഒന്ന് വിശാലമായ അർത്ഥത്തിൽ, രണ്ടാമത്തേത് അള്ളാഹിനെ പേടിച്ച് ഹറാമുകൾ ഉപേക്ഷിക്കുക എന്ന അർത്ഥത്തിലും ഉപയോഗിക്കാറുണ്ട്. ജാഅ മുഫസ്സറൻ ഫി ഹദീസ് മുആദ്, അതുകൊണ്ടാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ ഇങ്ങനെ വിശദമായി ഒരു വസിയത്ത് വന്നത്. അവിടെ തഖ്വ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഹറാമുകൾ ഉപേക്ഷിക്കുക എന്ന അർത്ഥത്തിലാണ്. അതുകൊണ്ടാണ് ബാക്കി കാര്യങ്ങൾ കൂടി വിശദീകരിച്ച് പറയേണ്ടി വന്നത്. ഖുർആനിൽ അനിത്തഖുല്ലാഹ് എന്ന് പറഞ്ഞത് വിശാലമായ അർത്ഥത്തിലാണ്. അപ്പൊ പിന്നെ വേറൊന്നും പറയേണ്ടതില്ല. മറിച്ച് തഖ്വ എന്ന വാക്കിന്റെ മറ്റൊരർത്ഥം ഹറാമുകൾ ഉപേക്ഷിക്കൽ എന്ന അർത്ഥം, ആ അർത്ഥത്തിലാണ് ഹദീസിൽ വന്നത്. അതുകൊണ്ടാണ് ഹറാം ഉപേക്ഷിക്കൽ ഒഴികെ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് കൂടി ഹദീസിൽ വിശദമായി പറയേണ്ടി വന്നത്. وكذلك في حديث أبي هريرة رضي الله عنه الذي رواه الترمذي وصححه قيل يا رسول الله, അതുപോലെ തന്നെ തഖ്വ എന്ന വാക്ക് അതിന്റെ ഈ രണ്ടാമത്തെ അർത്ഥത്തിൽ, ഹറാമുകൾ ഉപേക്ഷിക്കൽ എന്ന അർത്ഥത്തിൽ വന്നിട്ടുള്ള മറ്റൊരു ഹദീസാണ് ഇമാം തിർമിദി ഉദ്ധരിച്ചിട്ടുള്ള ഈ ഹദീസ്. അതിൽ ഒരാൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് മാ അക്സറു മാ യുദ്ഖിലു الناس الجنة, ജനങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ അധികവും കൂടുതലും കാരണമാകുന്ന കാര്യം എന്താണ്? അധികം ആളുകൾ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുന്ന കാര്യം എന്താണ്? ഖാല തഖ്വല്ലാഹി വഹുസ്നുൽ ഖുലുഖ്, അവിടെ പറഞ്ഞു തഖ്വല്ലാഹ് വഹുസ്നുൽ ഖുലുഖ്, അല്ലാഹുവിനെ സൂക്ഷിക്കലും സൽസ്വഭാവം. ഇവിടെ തഖ്വ എന്ന വാക്ക് ഏതർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്? രണ്ടാമത്തെ അർത്ഥത്തിലാണ്. അല്ലെങ്കിൽ പിന്നെ ഹുസ്നുൽ ഖുലുഖ് എന്ന് പറയേണ്ടതില്ല. തഖ്വല്ലാഹ് എന്ന് പറഞ്ഞതിൽ തന്നെ എല്ലാം പെട്ടു. പക്ഷെ ഇവിടെ ഹറാമുകൾ ഉപേക്ഷിക്കൽ എന്ന അർത്ഥത്തിലാണ് തഖ്വ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. വഖീല, അതുപോലെ തന്നെ അദ്ദേഹത്തോട് അവിടത്തോട് ചോദിച്ചു, വമാ അക്സറു മാ യുദ്ഖിലു الناس النار, അധികവും ജനങ്ങളെ നരകത്തിൽ പ്രവേശിപ്പിക്കുന്ന കാര്യം എന്താണ്? ഖാല, അവിടുന്ന് പറഞ്ഞു അൽ അജ്വഫാൻ അൽ ഫമു വൽ ഫർജ്, വായും അതുപോലെ ജനനേന്ദ്രിയവും, ഇതാണ് അധികവും നരകത്തിൽ പ്രവേശിപ്പിക്കുന്ന കാര്യങ്ങൾ. ഫജഅല കമാൽ അൽ ഈമാനി, മറ്റൊരു ഹദീസ് ഇതുപോലെ മറ്റൊരു ഹദീസ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖ, ജനങ്ങളിൽ ഏറ്റവും പൂർണ്ണമായ ഈമാനുള്ളവർ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ്. ഇവിടെ ഈമാൻ എന്നുള്ള വാക്ക് അതും തഖ്വയെ കുറിച്ച് പറഞ്ഞതുപോലെ പരിമിതമായ അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈമാൻ എന്ന് പറഞ്ഞാൽ അഖ്ലാഖും എല്ലാം പെട്ടു. പക്ഷെ ഇവിടെ ആ അർത്ഥത്തിലല്ല ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ് ഏറ്റവും പൂർണ്ണമായ ഈമാനുള്ളവർ എന്ന് പറഞ്ഞത്. ഫജഅല കമാലൽ ഈമാനി ഫി ഹുസ്നിൽ അഖ്ലാഖ്, ഇവിടെ ഈമാനിന്റെ പൂർണ്ണതക്ക് സ്വഭാവത്തിന്റെ പൂർണ്ണത ആവശ്യമാണെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. വമഅലൂമുൻ അന്നൽ ഈമാന കുല്ലുഹു തഖ്വല്ലാഹ്, ഈമാനും തഖ്വയും ഒക്കെ ഒന്ന് തന്നെയാണ് എന്നത് അറിയപ്പെട്ടതാണ്. വതഫ്സീലു ഉസൂലി തഖ്വ വഫുറൂഇഹാ ലാ യഹ്തമിലുഹു ഹാദൽ മൗദഅ. തുടർന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നു, ഇനി തഖ്വയുടെ ശാഖാപരമായ കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളിലാണ് തഖ്വ വേണ്ടത് എന്നത് വിശദമായി പറയാൻ ഇവിടെ സാധിക്കുകയില്ല. ഫഇന്നഹ ദീനു കുല്ലുഹു, ദീൻ മുഴുവനും തഖ്വ എന്ന് പറയാം. ലാകിൻ, പക്ഷേ യംബൂഉൽ ഖൈരി വഅസ്ലുഹു, ചുരുക്കി പറഞ്ഞാൽ തഖ്വ പാലിക്കാനുള്ള ഒരു എളുപ്പവഴി അല്ലെങ്കിൽ അതിന്റെ ഒരു ചുരുക്ക രൂപം എന്താണ്? ഇഖ്ലാസുൽ അബ്ദി ലിറബ്ബിഹി ഇബാദത്തൻ വസ്തിആന, ഒരു അടിമ തന്റെ റബ്ബിനോട് ഇഖ്ലാസ് കാണിക്കുക രണ്ട് കാര്യങ്ങളിൽ, ഇബാദത്തൻ വസ്തിആനത്തൻ, ഇബാദത്തിന്റെ കാര്യത്തിലും ഇസ്തിആനത്തിന്റെ കാര്യത്തിലും. എന്താണ് ഇത് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? ഇബാദത്തിന്റെ കാര്യത്തിൽ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ഇബാദത്തുകൾ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടി മാത്രം, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച്, മറ്റൊരാളുടെയും പ്രശംസയോ അവരുടെ സ്നേഹമോ അവർക്കിടയിൽ പ്രശസ്തിയോ സാമ്പത്തികമായ നേട്ടമോ ഇങ്ങനെ ഒന്നും ഉദ്ദേശിക്കാതെ അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി ഇബാദത്ത് ചെയ്യുക. വസ്തിആനത്തൻ, അതുപോലെ അള്ളാഹുവിന്റെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുക. ഈ ഇബാദത്ത് ചെയ്യാൻ അള്ളാഹു മാത്രമാണ് എന്നെ സഹായിക്കുന്നത്, എന്റെ കഴിവ് കൊണ്ടല്ല,
അള്ളാഹുവിന്റെ സഹായം കൊണ്ട് മാത്രമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യുക. അതും ഒരു ഇഖ്ലാസാണ്, ഇസ്തിആനത്തിന്റെ കാര്യത്തിലുള്ള ഇഖ്ലാസ്. ഈ രണ്ട് കാര്യങ്ങളും സഹിതം ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ് ദീനിന്റെ ചുരുക്കം, തഖ്വയുടെ ചുരുക്കം. കമാ ഫി ഖൗലിഹി, അല്ലാഹു തആല പറഞ്ഞതുപോലെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്റെ വജ്ഹിന് വേണ്ടി മാത്രം, നിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം അമൽ ചെയ്യുന്നു. വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം സഹായം തേടുന്നു, നിന്റെ സഹായം കൊണ്ട് മാത്രമാണ് ഈ അമൽ ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിരവധി ആയത്തുകൾ കാണാം. ഫഅബ്ദുഹു വതവക്കൽ അലൈഹി, അവനെ മാത്രം നിങ്ങൾ ആരാധിക്കുക, വതവക്കൽ അലൈഹി, അവനിൽ തവക്കുലാക്കുക എന്ന് പറഞ്ഞാൽ ഈ ഇബാദത്ത് ചെയ്യാൻ അള്ളാഹുവിന്റെ സഹായമില്ലാതെ സാധിക്കുകയില്ല. ആ സഹായം അവനിൽ നിന്ന് പ്രതീക്ഷിക്കുക, അതാണ് തവക്കുൽ എന്ന് പറയുന്നത്. അതുപോലെ അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്, ഞാൻ അള്ളാഹുവിൽ തവക്കുലാക്കിയിരിക്കുന്നു, അവനിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നവനാകുന്നു. തൗബ ചെയ്ത് മടങ്ങുക എന്നുള്ളത് അമലാണ്, അതിന് സഹായിക്കാൻ അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നുള്ളത്, അതാണ് അലൈഹി തവക്കൽതു. അതുപോലെ തന്നെ ഫബ്തഗു ഇൻദല്ലാഹി റിസ്ഖ വഅബ്ദൂഹു വഷ്കുറൂ ലഹു, അള്ളാഹുവിൽ നിന്ന് നിങ്ങൾ റിസ്ക് തേടുക, അവൻ നിങ്ങൾ ഇബാദത്ത് ചെയ്യുകയും ചെയ്യും. റിസ്ക് തേടുക എന്നുള്ളത് ഇസ്തിആനത്താണ്, സഹായം തേടലാണ്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളത് അത് ഇബാദത്തിലുള്ള ഇഖ്ലാസാണ്. അപ്പോൾ ഇതാണ് ചുരുക്കി പറഞ്ഞാൽ തഖ്വയുടെ തഖ്വ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ദീൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇബാദത്തും ഇസ്തിആനത്തും അള്ളാഹുവിന് മാത്രമാക്കുക. തുടർന്ന് ശൈഖുൽ ഇസ്ലാം പറയുന്നു, ബിഹൈസു യഖ്തഉൽ അബ്ദു തഅല്ലുഖ ഖൽബിഹി മിനൽ മഖ്ലൂഖീൻ. ഒന്നുകൂടി ചുരുക്കി പറഞ്ഞാൽ ഒരു അടിമ തന്റെ ഖൽബിന്റെ തഅല്ലുഖ്, ഖൽബിന്റെ ബന്ധം സൃഷ്ടികളിൽ നിന്ന് വേർപെടുത്തുക. ഇന്തിഫാഅൻ ബിഹിം ഔ അമലൻ ലിഅജ്ലിഹിം, അവരിൽ നിന്ന് ഉപകാരം കിട്ടണം എന്ന പ്രതീക്ഷയും അമലുകൾ അവർക്ക് വേണ്ടി ചെയ്യുന്ന അവസ്ഥയും ഇതെല്ലാം ഒഴിവാക്കി സൃഷ്ടികളിൽ നിന്ന് തന്റെ ഖൽബിനെ വേർപെടുത്തുക. വയജ്അലു ഹിമ്മതഹു റബ്ബഹു തആല, അവന്റെ എല്ലാ ലക്ഷ്യവും അള്ളാഹുവിനെ ആക്കി മാറ്റുക. അള്ളാഹുവിന്റെ പ്രീതി കിട്ടണം, അത് കിട്ടാൻ എന്തൊക്കെ ചെയ്യണം? ആ കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹുവിന്റെ സഹായം കിട്ടുകയും വേണം, എന്നാലേ അത് ചെയ്യാനും പറ്റുള്ളൂ. എനിക്ക് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തണം, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അത് ചെയ്യാൻ അള്ളാഹുവിന്റെ സഹായം എനിക്ക് വേണം, അല്ലാതെ എനിക്ക് സാധിക്കുകയുമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അള്ളാഹുവിൽ മാത്രം നമ്മുടെ ഹിമ്മത്ത്, നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ചിന്ത കേന്ദ്രീകരിച്ച് സൃഷ്ടികളെ മറന്നു കളയുക. ഇതാണ് അതിന്റെ ചുരുക്കം. വദാലിക ബിമുലാസമത്തി ദുആഇ ലഹു ഫി കുല്ലി മത്ലൂബ്. ഇതിനുള്ള മാർഗം എന്താണ്? ഇങ്ങനെയുള്ള അവസ്ഥ എന്ന് പറയുന്നത് എളുപ്പമല്ല. അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകാൻ നമ്മുടെ ഖൽബ് അള്ളാഹുവിൽ മാത്രം ബന്ധപ്പെടാൻ ഉള്ള വഴി അത് മുലാസമത്തു ദുആ, ദുആ മുറുകെ പിടിക്കുക. എപ്പോഴെങ്കിലും ദുആ ചെയ്യുക എന്നല്ല, മുലാസമത്തു ദുആ, സദാ പതിവായി ദുആ ചെയ്തുകൊണ്ടിരിക്കുക. വയജ്അലു ഹിമ്മതഹു റബ്ബഹു തആല വദാലിക ബിമുലാസമത്തി ദുആഇ ലഹു ഫി കുല്ലി മത്ലൂബ്. എന്താവശ്യം വന്നാലും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അങ്ങനെ പതുക്കെ പതുക്കെ ദുആ ചെയ്ത് അള്ളാഹുവിനെ മാത്രം പ്രതീക്ഷിക്കുന്ന അവസ്ഥയുണ്ടാകും, അള്ളാഹുവിന്റെ സഹായം മാത്രം പ്രതീക്ഷിക്കുന്ന അവസ്ഥയുണ്ടാകും. മിൻ ഫാഖത്തിൻ വഹാജത്തിൻ വമഖാഫത്തിൻ, ദാരിദ്ര്യമോ ആവശ്യങ്ങളോ പേടിയോ എന്തുണ്ടായാലും അള്ളാഹുവിനോട് മാത്രം അത് ചോദിക്കുക. വഗൈരി ദാലിക്, ഇതുപോലെ ജീവിതത്തിൽ എന്തൊരു സാഹചര്യം ഉണ്ടായാലും അള്ളാഹുവിനോട് ചോദിക്കുക. വൽ അമലു ലഹു ബികുല്ലി മഹ്ബൂബ്, അള്ളാഹുവിന് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് ആവശ്യമുണ്ടായാലും അത് അള്ളാഹുവിനോട് ചോദിക്കുക. അള്ളാഹുവിന് ഇഷ്ടമുള്ള എന്തൊരു കാര്യത്തെക്കുറിച്ച് കേട്ടാലും അത് പ്രവർത്തിക്കുകയും ചെയ്യുക. വമൻ അഹ്കമ ഹാദാ, ഇത് ആരെങ്കിലും ചെയ്താൽ ഫലാ യംകിനു അൻ യൂസഫ മാ യുഅഖിബുഹു ദാലിക്. അങ്ങനെയുള്ള അവസ്ഥയിൽ ഒരാൾ എത്തിയാൽ സദാ അള്ളാഹുവിനോട് ദുആയും അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുകയും അങ്ങനെ ഒരാൾ ജീവിച്ചാൽ പിന്നെ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം അത് വർണ്ണിക്കാൻ സാധിക്കുകയില്ല എന്നാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നത്. അടുത്ത ചോദ്യം, ഈ ചോദ്യകർത്താവ് ചോദിച്ച ഒന്നാമത്തെ കാര്യത്തിനുള്ള മറുപടി കഴിഞ്ഞു. ഒന്നാമത്തെ കാര്യം എന്തായിരുന്നു? ജാമിആയ സമഗ്രമായ ഒരു വസിയത്ത് വേണം, അത് തഖ്വയാണ് എന്നാണ് ഇബ്നു തൈമിയ്യ പറയുന്നത്. അതുപോലെ തന്നെ ആ തഖ്വയുടെ ഭാഗമാണ് തഖ്വയിൽ സംഭവിക്കുന്ന പോരായ്മകൾക്ക് ഉള്ള പരിഹാര മാർഗങ്ങൾ, തൗബയും ഇസ്തിഗ്ഫാറും അമാലു സാലിഹാത്തും ഇതെല്ലാം. അതുപോലെ തന്നെ തഖ്വയുടെ ഭാഗമാണ് സൃഷ്ടികളുടെ ഹക്കുകളും. കാരണം ഒരു മനുഷ്യന് രണ്ട് തരത്തിലുള്ള ഹക്കുകളുണ്ട്. സൃഷ്ടികളോടുള്ള ഹക്ക് എന്ന് പറയുന്നത് അൽ അഖ്ലാഖുൽ ഹസന, നല്ല സ്വഭാവങ്ങൾ. നല്ല സ്വഭാവം എന്താണെന്ന് വിശദീകരിച്ചു. ഇത്രയും പറഞ്ഞതിന് ശേഷം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് രണ്ടാമത്തെ ചോദ്യത്തിനുള്ള മറുപടി പറയുകയാണ്. വഅമ്മാ മാ സഅൽത അൻഹു മിൻ അഫ്ദലിൽ അമാലി ബഅദൽ ഫറായിദ്, ഫർളായ കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെയുള്ള ഏറ്റവും ശ്രേഷ്ഠമായ അമലേതാണ് എന്നായിരുന്നു അടുത്ത ചോദ്യം. സുന്നത്തായ അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണ്? ഫഇന്നഹു യഖ്തലിഫു ബിഖ്തിലാഫിൻ നാസ്, ഇബ്നു തൈമിയ്യ പറയുകയാണ്, അത് ആളുകൾക്കനുസരിച്ച് മാറും. ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ കൂടുതൽ യോജിച്ചതായിരിക്കും. ഉദാഹരണത്തിന് സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ സ്വതക്ക കൊണ്ട് അറിയപ്പെട്ട ആളുകളുണ്ടായിരുന്നു. അവർക്ക് ധാരാളം ഹദീസുകളില്ല, കുറെ ഹദീസ് അവർ റിവായത്ത് ചെയ്തിട്ടില്ല. പക്ഷെ അവർ സ്വതക്ക ചെയ്യുമായിരുന്നു. കാരണം അവർക്ക് യോജിച്ചത് സമ്പാദിക്കലാണ്,
കച്ചവടക്കാരാണ്, അവർ സമ്പാദിക്കും സദഖ ചെയ്യും. വേറെ ചില ആളുകൾ അവർ ധാരാളം ഹദീസുകൾ റിവായത്ത് ചെയ്തിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പോലെ അദ്ദേഹം 5000 ചില്ലാനും ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് മറ്റുള്ള അമലുകൾ ഇത്രയും കൂടുതൽ ഉണ്ടാവുകയില്ല, മറ്റുള്ള ചില അമലുകൾ. അതുപോലെ ഓരോ സ്വഹാബത്തും ഇങ്ങനെയാണ് മുസ്ലിമായി ഓരോരുത്തരും ചെയ്യേണ്ടത്. അവനവന് യോജിച്ച കാര്യങ്ങൾ, അതിനനുസരിച്ച് ഏറ്റവും നല്ല അമൽ എന്താണ് എന്നതിൽ വ്യത്യാസങ്ങളുണ്ടാകും ഓരോരുത്തരുടെ അവസ്ഥക്കനുസരിച്ച്. ഫീമാ യഖ്ദിറൂന അലൈഹി വയുനാസിബു ഔഖാതഹും, അവരവരുടെ കഴിവുകൾക്കും സമയത്തിന്റെയും അവരുടെ സമയത്തിനും അനുസരിച്ച രൂപത്തിൽ, ഒഴിവിനനുസരിച്ച് കഴിവിനനുസരിച്ച് വ്യത്യാസമുണ്ടാകും. ഫലാ യുംകിനു ഫീഹി ജവാബുൻ ജാമിഉൻ മുഫസ്സലുൻ ലികുല്ലി അഹദ്, എല്ലാവർക്കും ബാധകമായ ഒരു ഉത്തരം പറയാൻ സാധിക്കുകയില്ല. ഇന്ന അമലാണ് ഏറ്റവും അഫ്ദൽ എന്ന് നിർവാധികം പറയാൻ സാധിക്കുകയില്ല, ഓരോരുത്തരുടെയും സാഹചര്യത്തിനനുസരിച്ച് മാറും. ലാകിൻ എന്ന് അദ്ദേഹം പറയുന്നു, മിമ്മാ ഹുവ കൽ ഇജ്മാഇ ബൈനൽ ഉലമാഇ ബില്ലാഹി വ അംരിഹി, ഉലമാക്കൾക്കിടയിൽ ഏകദേശം ഇജ്മാ ഉള്ള കാര്യമാണ് അന്ന മുലാസമത ദിക്രില്ലാഹി ദായിമൻ, എപ്പോഴും അല്ലാഹുവിനെ ദിക്ർ ചെയ്യുക എന്നുള്ളത് ഹുവ അഫ്ദലു മാ ശഗല അൽ അബ്ദു ബിഹി നഫ്സഹു ഫിൽ ജുംല, ഇതാണ് ഏറ്റവും അഫ്ദലായ കാര്യം. എപ്പോഴും ദിക്ർ കൊണ്ട് നടക്കുക എന്നുള്ളതാണ് ഏറ്റവും അഫ്ദലായ അമൽ എന്നതിൽ ഏകദേശം ഇജ്മാ ഉണ്ട് എന്നാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അവിടെ പറയുന്നത്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഏറ്റവും അഫ്ദലായ അമൽ എന്താണെന്ന് ചോദിച്ചാൽ രണ്ട് നിലക്ക് അതിന് ഉത്തരം പറയാം. ഒന്ന്, ആളുകളുടെ അവസ്ഥക്കനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. ഇവിടെ ആളുകൾക്കനുസരിച്ച് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ, ഇപ്പൊ ഞാൻ ഒരാളോട് ചോദിക്കണം, ഒരു ആലിമിനോട് ചോദിക്കണം ഏറ്റവും അഫ്ദലായ അമൽ എന്താണ്, എനിക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ഇബ്നു തൈമിയ്യ പറഞ്ഞ ഉത്തരം ശരിയാണ്, അതെന്താണെന്ന് പറയാൻ പറ്റുകയില്ല, കാരണം എന്റെ അവസ്ഥ അറിയേണ്ടതുണ്ട്. എന്നാൽ രണ്ടുപേര് നമ്മുടെ മുന്നിൽ വന്ന് ചോദിക്കുന്നു, അവർ പറയുന്നത് ഇവർ രണ്ടുപേരും ഒരേ അവസ്ഥയിലാണ്, അവരുടെ സമയങ്ങൾ ഒരുപോലെയാണ്, അവരുടെ ജോലി ഒന്നാണ്, അവരുടെ സ്വഭാവം ഒന്നാണ്, ഇങ്ങനെ മറ്റെല്ലാ കാര്യങ്ങളും ഇവർ ഒരുപോലെയാണെങ്കിൽ അവിടെ ഏറ്റവും അഫ്ദൽ ഏതായിരിക്കും? അഥവാ നിരുപാധികം ആ അമല് മാത്രം മുന്നിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും അഫ്ദലായ അമൽ ഏതാണ് എന്നതിനെക്കുറിച്ച് ഉലമാക്കൾക്ക് അഭിപ്രായമുണ്ട്, അവരെന്നെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. വ്യക്തികളുടെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒന്നും പരിഗണിക്കാതെ ഒരു അമലിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ അതേതാണ് ഏറ്റവും അഫ്ദലായ അമൽ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് തന്നെ അദ്ദേഹത്തിന്റെ മിൻഹാജുസ് സുന്ന എന്ന കിതാബിൽ പറയുന്നത് കാണാം, 3 അമലുകളാണ് ഏറ്റവും അഫ്ദലായ പണ്ഡിതന്മാർ പരിഗണിച്ചിട്ടുള്ളത്. ഇതിലേതാണെന്നതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അധിക പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് 3 അമലുകളെ കുറിച്ചാണ്. ഇതിൽ ഇജ്മാ ഉണ്ട് എന്ന് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അഥവാ ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഏറ്റവും അഫ്ദൽ എന്ന കാര്യത്തിൽ. ഏതാണ് ഈ 3 അമലുകൾ? ഒന്ന് ഇൽമ്, രണ്ടാമത്തേത് നമസ്കാരം, മൂന്നാമത്തേത് ജിഹാദ്. ഈ 3 കാര്യങ്ങളാണ് ഏറ്റവും അഫ്ദലായിട്ടുള്ളത്. മറ്റെല്ലാ അമലുകളെക്കാളും ഏറ്റവും അഫ്ദലായ സുന്നത്ത് ഈ 3 കാര്യങ്ങളാണ് എന്നതിൽ തർക്കമില്ല. വ്യക്തികളുടെ സാഹചര്യം ഒന്നും പരിഗണിക്കാതെ അമലുകൾ മാത്രം പരിഗണിച്ചാൽ, ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞത് വ്യക്തികൾക്കനുസരിച്ച് മാറുമെന്നാണ്. അത് ശരിയാണ്, വ്യക്തികൾക്കനുസരിച്ച് മാറും. പക്ഷെ വ്യക്തികൾക്കനുസരിച്ചുള്ള മാറ്റം നമ്മൾ പരിഗണിക്കാതെ അമലിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ ഈ 3 കാര്യങ്ങളാണ് ഏറ്റവും അഫ്ദലായിട്ടുള്ളത്. അമലുകളിൽ ഏതാണ് അഫ്ദൽ എന്നുള്ള കാര്യത്തിൽ 3 അഭിപ്രായങ്ങളുണ്ട് ഉലമാക്കൾക്ക്. ഇൽമാണ്, നമസ്കാരമാണ്, ജിഹാദാണ് എന്നീ 3 അഭിപ്രായങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ഇബ്നു തൈമിയ്യ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഇക്കാര്യം. അതിൽ ഏതാണ് ഏറ്റവും ശരിയായിട്ടുള്ളത്? 4 മദ്ഹബിലും ഇമാം അബൂ ഹനീഫ, അതുപോലെ ഷാഫിഈ, മാലിക്, ഈ 3 പേരും, അതുപോലെ ഇമാം അഹ്മദിന്റെ ഒരു അഭിപ്രായവും എന്താണ്? ഇൽമാണ് ഏറ്റവും അഫ്ദൽ എന്നാണ്. ഇമാം അഹ്മദ് പറഞ്ഞത് കാണാം, ത്വലബുൽ ഇൽമി ലാ യഅ്ദിലുഹു ഷൈ, ത്വലബുൽ ഇൽമിനേക്കാളും അഫ്ദലായി ഒരു അമലുമില്ല, ഒരു ഇബാദത്തുമില്ല. ഇമാം അഹ്മദിന് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ ഒരഭിപ്രായം ഇതാണ്, ബാക്കി 3 മദ്ഹബിലും ഉള്ള ഉലമാക്കൾ പറയുന്നത് ഇൽമാണ് ഏറ്റവും അഫ്ദലായ സുന്നത്ത്, മുസ്തഹബായ സുന്നത്തായ കാര്യങ്ങളിൽ ഏറ്റവും അഫ്ദലായത് ഇൽമാണ് എന്ന്. അപ്പൊ ഫർള് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. സുന്നത്തായ അമലുകളിൽ ഏറ്റവും അഫ്ദൽ ത്വലബുൽ ഇൽമാണ്. എന്താണ് കാരണം? ഇൽമിനെ കുറിച്ച് ധാരാളം ഹദീസുകൾ, ഇൽമിന്റെ ഫദലിനെ കുറിച്ച് ധാരാളം ആയത്തുകളും ഹദീസുകളും വന്നിട്ടുണ്ട്. അതോടൊപ്പം അഖലിയായ ഒരു തെളിവ് കൂടി ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? ഇൽമു കൊണ്ടാണ് മറ്റെല്ലാ അമലുകളും നമ്മൾ പഠിക്കുന്നത്. മറ്റേതൊരു അമൽ ചെയ്യാനും ഇൽമിന്റെ ആവശ്യമാണ്. എന്നാൽ ഇൽമിന് മറ്റു അമലുകളുടെ ആവശ്യമില്ല. അതുകൊണ്ട് ഇൽമാണ് സുന്നത്തായ അമലുകളിൽ ഏറ്റവും അഫ്ദൽ. ഇപ്പൊ ഒരാൾക്ക് വാജിബായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം കിട്ടി, 1 മണിക്കൂർ സമയം നമ്മുടെ മുന്നിലുണ്ട്. ആ 1 മണിക്കൂർ സുന്നത്ത് നമസ്കരിക്കണോ, അതോ ഈ 1 മണിക്കൂർ അധ്വാനിച്ചിട്ട് സമ്പാദിച്ചത് സദഖ ചെയ്യണോ,
അല്ലെങ്കിൽ ബിറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്യണോ? വാജിബായ ഖിദ്മത്തുണ്ട്, അത് നിർബന്ധമായി ചെയ്യണം. അതിനപ്പുറത്തുള്ള ഖിദ്മത്ത് ചെയ്യണോ? അതല്ല ഒരു കിതാബ് എടുത്ത് വായിക്കണോ? ഇതിലേതാണ് കൂടുതൽ പ്രതിഫലം കിട്ടുന്നത്? അത് ഇൽമു പഠിക്കുന്ന കാര്യമാണ് എന്ന കാര്യത്തിൽ ഈ 3 മദ്ഹബുകൾക്കിടയിൽ തർക്കമില്ല. അതുപോലെ ഇമാം അഹ്മദും ഒരു റിവായത്ത് പ്രകാരം അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മിഫ്താഹു ദാരി സആദ എന്ന കിതാബിൽ ഇൽമിന്റെ ഫضൽ മറ്റെല്ലാത്തിനേക്കാളും ഇൽമാണ് അഫ്ദൽ എന്ന് തെളിയിക്കുന്ന 150 ദലീലുകൾ പറഞ്ഞത് കാണാൻ സാധിക്കും. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് തുടർന്ന് പറയുന്നു, ഇബ്നു തൈമിയ്യ ഇവിടെ ദിക്റിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇബ്നു തൈമിയ്യ ദിക്റിനെ കുറിച്ച് പറഞ്ഞത് നമുക്ക് വ്യാഖ്യാനിക്കേണ്ടി വരും. കാരണം ഈ 3 കാര്യമാണ് ഏറ്റവും അഫ്ദൽ എന്നുള്ളത് ഇജ്മാ ആണ് എന്ന് ഇബ്നു തൈമിയ്യ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു പക്ഷേ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഉദ്ദേശിച്ചത് ത്വലബുൽ ഇൽമിന് ദിക്ർ സഹായിക്കും എന്ന അർത്ഥത്തിലായിരിക്കാം. ദിക്റുള്ള ഒരാൾ കൂടുതൽ ഇൽമു പഠിക്കും എന്ന അർത്ഥത്തിലായിരിക്കാം. അദ്ദേഹം പറയുന്നു, ലാകിൻ മിമ്മാ ഹുവ കൽ ഇജ്മാഇ ബൈനൽ ഉലമാ അന്ന മുലാസമത ദിക്രില്ലാഹി ദായിമൻ ഹുവ അഫ്ദലു മാ ശഗല അൽ അബ്ദു ബിഹി നഫ്സഹു ഫിൽ ജുംല വഅലാ ദാലിക ദല്ല ഹദീസ് അബി ഹുറൈറ അല്ലദി റവാഹു മുസ്ലിം. ദിക്റിന്റെ ഫളലിനെ കുറിച്ചുള്ള ഒരു ഹദീസ് ഇവിടെ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചിരിക്കുകയാണ്. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് പറയുന്നു, ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചിരിക്കുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി പറഞ്ഞിരിക്കുന്നു, സബഖൽ മുഫർരിദൂൻ ഖാലു യാ റസൂലല്ലാഹ് വമൻ അൽ മുഫർരിദൂൻ. മുഫർരിദീങ്ങളായിട്ടുള്ള ആളുകൾ വിജയിച്ചിരിക്കുന്നു. മുഫർരിദീങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ സമപ്രായക്കാരായ ആളുകളൊക്കെ മരിച്ച് പിന്നീട് ദീർഘകാലം ജീവിച്ചിരുന്ന ആളുകൾക്ക് മുഫർരിദൂൻ എന്ന് പറയും. അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ ദീർഘകാലം ജീവിച്ചിരുന്ന ആളുകൾ വിജയിച്ചിരിക്കുന്നു. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? കാരണം ഈ പ്രയോഗത്തിൽ നിന്ന് ഉള്ള ഉദ്ദേശം വ്യക്തമല്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇവിടെ ഉദ്ദേശിക്കുന്നത് അദ്ദാകിറൂന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, അല്ലാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന ദിക്ർ ചെയ്യുന്ന ആളുകളാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ദീർഘായുസ് കിട്ടിയതുപോലെ തങ്ങളുടെ സമപ്രായക്കാരുടെയൊക്കെ ആയുസ് കഴിഞ്ഞിട്ടും ദീർഘായുസ് കിട്ടിയ ആളുകളെ പോലെ വിജയിച്ചവരാണ് ദിക്റുള്ള ആളുകൾ. അഥവാ അവർ മറ്റുള്ളവരിൽ നിന്ന് മികച്ചു നിൽക്കുന്നവരാണ്, വേറിട്ട് നിൽക്കുന്നവരാണ്. വഫീമ റവാഹു അബൂ ദാവൂദ് അൻ അബി ദർദാ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, മറ്റൊരു ഹദീസിൽ കാണാം, അലാ ഉനബ്ബിഉകും ബിഖൈരി അഅമാലിക്കും, നിങ്ങളുടെ അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണ് എന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ? വഅസ്കാഹ ഇൻദ മലീകിക്കും വഅർഫഇഹ ഫീ ദറജാതിക്കും, നിങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള അമൽ, നിങ്ങളുടെ ദർജ ഉയർത്താൻ ഏറ്റവും ഉപകരിക്കുന്ന അമൽ, വഖൈറുൻ ലക്കും മിൻ ഇഅതാഇ الذهب والورق, സ്വർണ്ണവും വെള്ളിയും സദഖ ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളത്, വമിൻ അൻ തൽഖൂ അദുവക്കും ഫതദ്രിബു അനാഖഹും വയദ്രിബു അനാഖക്കും, ശത്രുക്കളുമായി ഏറ്റുമുട്ടി അവരെ കൊല്ലുകയും അവരാൽ കൊല്ലപ്പെടുകയും ചെയ്യുന്നതിനേക്കാൾ മഹത്വമുള്ളത്. ഖാലു ബല യാ റസൂലല്ലാഹ്, പറഞ്ഞു തരൂ എന്നവർ പറഞ്ഞു. ഖാല ദിക്റുല്ലാഹ്, അല്ലാഹുവിനെ ഓർക്കുക, ദിക്ർ അതാണ് ഇതിനേക്കാളൊക്കെ ഉത്തമമായ അമൽ. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇതിന്റെ ഉദ്ദേശം തലബുൽ ഇൽമിനെ ദിക്ർ സഹായിക്കും എന്ന അർത്ഥത്തിലായിരിക്കാം. والدلائل القرآنية والإيمانية بصرا وخبرا ونظرا على ذلك كثيرا, ഈ പറഞ്ഞതിന് ഖുർആനിലും അതുപോലെ അനുഭവത്തിലും തെളിവുണ്ട്. ദിക്റിന്റെ മഹത്വം ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്, അതുപോലെ അനുഭവം കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ദിക്റുള്ള ആളുകൾക്ക് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. ഒരു ആലിമിനോട് ഇങ്ങനെ ചോദിച്ചു, ഒരു ത്വാലിബുൽ ഇൽമ് എന്താണ് ചെയ്യേണ്ടത്, ഇൽമ് പഠിക്കുന്ന ഒരാൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, നീ ദിക്ർ വർദ്ധിപ്പിച്ച് ഒരു ദാക്കിറായി മാറുക, സദാ ദിക്റുള്ള ഒരാളായി മാറുക. പിന്നെ ബാക്കി കാര്യങ്ങൾക്ക് എളുപ്പമായിരിക്കും. പിന്നെ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് അത് അള്ളാഹു നിനക്ക് എളുപ്പമാക്കി തരും. അത് പറഞ്ഞു തരുന്ന ഉലമാക്കളെയും അത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഇൽമിന്റെ കിതാബുകളും ഇതെല്ലാം അള്ളാഹു നിനക്ക് സൗകര്യപ്പെടുത്തി തരും. നീ ആദ്യം അള്ളാഹു ധാരാളം ഓർക്കുന്ന ഒരാളായി മാറുക എന്ന് ഉപദേശിച്ചത് കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ദിക്റിനെ കുറിച്ച് കൂടുതൽ പറയുകയാണ്. എന്തൊക്കെയാണ് ദിക്ർ എന്ന് പറഞ്ഞാൽ, ഏതൊക്കെ ദിക്റാണ് പതിവാക്കേണ്ടത്, എപ്പോഴാണ് അള്ളാഹുവിനെ അദ്ദാകിറൂന അല്ലാഹ കസീറൻ എന്ന് പറയാൻ സാധിക്കുക, അള്ളാഹിനെ ധാരാളം ഓർക്കുന്നവൻ എന്ന ആ ലിസ്റ്റിൽ എപ്പോഴാണ് പെടുക? ഇബ്നു തൈമിയ്യ പറയുന്നു, അഖല്ലു ദാലിക, ഏറ്റവും മിനിമം എന്ത് വേണം ദിക്റിന്റെ കാര്യത്തിൽ, അൻ യുലാസിമൽ അബ്ദു അൽ അദ്കാർ അൽ മഅ്സൂറത അൻ മുഅല്ലിമിൽ ഖൈരി വ ഇമാമിൽ മുത്തഖീൻ, മുത്തഖീങ്ങളുടെ ഇമാമും മുഅല്ലിമുൽ ഖൈർ നന്മ പഠിപ്പിക്കുന്നവരുമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ദിക്റുകൾ പതിവാക്കുക. കൽ അദ്കാരിൽ മുഅഖ്ഖതതി ഫി അവ്വലിൻ നഹാരി വ ആഖിരിഹി, രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്ർ പോലെ, വഇൻദ അഖ്ദിൽ മദ്ജ, ഉറങ്ങാൻ നേരത്തുള്ള ദിക്റുകൾ പോലെ, വഇൻദൽ ഇസ്തിഖാദി മിനൽ മനാം, ഉറക്കം എഴുന്നേൽക്കുന്ന സമയത്തുള്ള അദ്കാറുകൾ, വഅദ്ബാരിസ് സ്വലവാതി വഅദ്ബാരിസ് സ്വലവാത്ത്, നമസ്കാര ശേഷമുള്ള അദ്കാർ, വൽ അദ്കാരിൽ മുഖയ്യദ, അതുപോലെ സമയം നിശ്ചയിക്കപ്പെട്ട ചില ദിക്റുകൾ ഉണ്ട്. മിസ്ല മാ യുഖാലു ഇൻദൽ അക്ലി വശുർബി വൽ ലിബാസി വൽ ജിമാ, തിന്നുകയും കുടിക്കുകയും വസന്തരിക്കുകയും അതുപോലെ ഭാര്യയുമായി ബന്ധപ്പെടുകയും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെയുള്ള ദിക്റുകൾ, വദുഖൂലിൽ മൻസിലി വൽ മസ്ജിദി വൽ ഖലാ,
വീട്ടിലും മസ്ജിദിലും ടോയ്ലറ്റിലുമൊക്കെ പ്രവേശിക്കുമ്പോഴുള്ള അദ്കാർ, വൽ ഖുറൂജി മിൻ ദാലിക്, ഇവിടെ നിന്നൊക്കെ പുറത്തിറങ്ങുമ്പോഴുള്ള അദ്കാറുകൾ, വഅൻദൽ മത്തരി വറഅദ്, മഴ പെയ്യുമ്പോൾ, അതുപോലെ മിന്നലുണ്ടാകുമ്പോഴുള്ള ദിക്ർ, ഇടിവെട്ടുമ്പോഴുള്ള ദിക്ർ, ഇലാ ഗൈരി ദാലിക്, മറ്റുള്ള ഇതുപോലെയുള്ള അദ്കാറുകൾ. വഖദ് സുന്നിഫത് ലഹുൽ കുതുബുൽ മുസമ്മാതു ബിഅമലിൽ യൗമി വൽ ലൈല, അമലുൽ യൗമി വൽ ലൈല എന്ന പേരിൽ അറിയപ്പെട്ട കിതാബുകളുണ്ട്. അമലുൽ യൗമി വൽ ലൈല എന്ന് പറഞ്ഞാൽ രാത്രിയും പകലും ചെയ്യേണ്ട അമലുകൾ, ഓരോ സമയത്ത് ചെയ്യേണ്ട അമലുകൾ വിശദീകരിക്കുന്ന ഹദീസ് കിതാബുകളുണ്ട്. അതിലൊക്കെ പറയപ്പെട്ടുള്ള അദ്കാറുകൾ പതിവാക്കുക. ഇതാണ് ദിക്റുകൾ പതിവാക്കുന്നവർ അദ്ദാക്കിറൂന അല്ലാഹ കസീറൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഒന്നാമതായി ചെയ്യേണ്ടത്, സമയം നിശ്ചയിക്കപ്പെട്ട അദ്കാറുകൾ. ഈ പറഞ്ഞ സന്ദർഭങ്ങളിലൊക്കെയുള്ള ദിക്റുകൾ ചൊല്ലുക. അതിന് ആ ദിക്റുകൾ പഠിക്കേണ്ടതുണ്ട്. അത് പഠിപ്പിക്കുന്ന കിതാബുകൾ വാങ്ങി, ധാരാളം കിതാബുകളുണ്ട്, അതേതെങ്കിലും ഒരു കിതാബ് വാങ്ങി അത് കൊണ്ടു നടക്കുക, അത് ഹിഫ്ളാക്കുക. അതിലേറ്റവും അറിയപ്പെട്ട ഒരു കിതാബാണ് ഇമാം നവവി റഹിമഹുല്ലാഹ് രചിച്ചിട്ടുള്ള അൽ അദ്കാർ. അതുപോലെയുള്ള ധാരാളം കിതാബുകൾ, ഇന്ന് അറിയപ്പെട്ട ഹസ്നുൽ മുസ്ലിം, ഇങ്ങനെയുള്ള പല കിതാബുകളുമുണ്ട്. അതുപോലെ അത് കഴിഞ്ഞാൽ അടുത്ത കാര്യം സുമ്മ മുലാസിമത്തു ദിക്രി മുത്ലഖൻ, മുത്ലഖായ ദിക്ർ, ഇങ്ങനെ സമയം നിശ്ചയിച്ചതല്ലാത്ത മുത്ലഖായ ദിക്റുണ്ട്. തസ്ബീഹ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ഇങ്ങനെയുള്ള ദിക്റുകൾ. വഅഫ്ളലുഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അദ്ദിക്റുൽ മുത്ലഖ്, സമയം നിശ്ചയിക്കാത്ത ദിക്റുകളിൽ ഏറ്റവും അഫ്ളലായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ്. وقد تعرض أحوال يكون بقية الذكر مثل سبحان الله والحمد لله والله أكبر ولا حول ولا قوة إلا بالله أفضل منه. لا إله إلا الله ആണ് ഏറ്റവും അഫ്ളലായ ദിക്ർ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം, ചില സന്ദർഭങ്ങളിൽ മറ്റു ചില ദിക്റുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹയേക്കാൾ ഫضل നേടും. ഇത് പൊതുവായൊരു കായികയാണ്. ഏതൊരു കാര്യവും മറ്റൊന്നിനേക്കാൾ അഫ്ളലാണെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കിക്കൊള്ളണം, ചില സന്ദർഭങ്ങളിൽ ഈ പറഞ്ഞ രണ്ടാമത്തെ കാര്യം അഥവാ ഫضل കുറവുള്ള കാര്യം ഒന്നാമതെത്താൻ സാധ്യതയുണ്ട്. അത് ഫضലിന്റെ കാര്യത്തിലൊരു കായികയാണ്. ഏതൊരു കാര്യവും അഫ്ളലാണെന്ന് പറഞ്ഞാൽ ആ അഫ്ളൽ അല്ലാത്തത്, മഫ്ളൂലായിട്ടുള്ളത് ചില സന്ദർഭങ്ങൾ അഫ്ളലായി മാറും. ഏതുപോലെ ഉദാഹരണത്തിന് സ്ത്രീകൾ വീട്ടിൽ വെച്ച് നമസ്കരിക്കലാണ് അഫ്ളൽ. നമസ്കാരം സ്ത്രീകൾക്ക് വീട്ടിൽ വെച്ച് നമസ്കരിക്കലാണ് അഫ്ളൽ. ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുൻ. പക്ഷെ പള്ളിയിൽ, മസ്ജിദിൽ ഒരു ഇൽമിന്റെ മജ്ലിസ് ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ മസ്ജിദിൽ ഇമാമ് നല്ല ശബ്ദത്തിൽ ഖുർആൻ ഓതുന്നയാളാണ്, ആ ഇമാമിന്റെ പിന്നിൽ നമസ്കരിച്ചാൽ ഖുശൂ കൂടുതലുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിലോ, വീട്ടിൽ നിസ്കാരത്തിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിലോ, അത്തരം സന്ദർഭങ്ങളിൽ മറ്റുള്ള ഷർത്തുകൾ പാലിച്ചുകൊണ്ടാണ് പള്ളിയിലേക്ക് പുറപ്പെടുന്നതെങ്കിൽ, അദബുകൾ പാലിച്ചുകൊണ്ടാണെങ്കിൽ അത് അഫ്ളലാകും. അപ്പോൾ ഫضل എന്ന് പറയുന്നത് എപ്പോഴും മാറാവുന്ന കാര്യമാണ്, സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാവുന്ന കാര്യമാണ്. ഇപ്പൊ ഇവിടെ തസ്ബീഹ് ചില സന്ദർഭങ്ങളിൽ കൂടുതൽ ഫضل നേടും. എപ്പോഴാണ്? ഉദാഹരണത്തിന് സുജൂദിൽ ഒരു ദിക്ർ മാത്രം ചൊല്ലാനുള്ള അവസരമുള്ളൂ എന്ന് വിചാരിക്കുക. ആ സമയത്ത് തസ്ബീഹാണ് സുജൂദിൽ ചെയ്യേണ്ടത്. സുബ്ഹാന റബ്ബിയൽ അഅല എന്നുള്ളതാണ് സുജൂദിന്റെ ദിക്ർ. ഇതുപോലെ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദിക്റുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത്, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് നമ്മൾ വളരെയധികം ഗഫലത്തിലായിട്ടുള്ള ഒരു കാര്യമാണ്. പലതരത്തിലുള്ള ശുഗലുകൾ കാരണം ദിക്റുകൾ വീഴ്ച വരുത്തുന്നവരാണ് നമ്മളൊക്കെ. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. ഈ ദിക്റുകൾ രാവിലെയും വൈകുന്നേരമുള്ള ദിക്ർ പ്രത്യേകിച്ച് അതൊക്കെ നമ്മുടെ രക്ഷയാണ്. അതുപോലെ തന്നെ മുത്തലഖായിട്ടുള്ള ദിക്റുകൾ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അങ്ങനെയുള്ള അദ്കാറുകൾ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അദീം, ഇതൊക്കെ നമ്മുടെ രക്ഷാ കവചമാണ്. ഇതെത്രമാത്രം നമ്മൾ വർദ്ധിപ്പിക്കുന്നുവോ അതിനനുസരിച്ച് പിശാചിന്റെ ഷെറിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും. എത്രമാത്രം നമ്മൾ വീഴ്ച വരുത്തുന്നുവോ അതിനനുസരിച്ച് ശൈത്താന്റെ ഷെർ നമ്മെ ബാധിച്ചുകൊണ്ടിരിക്കും. സഹാബത്തിന്റെ ചരിത്രത്തിൽ, അതുപോലെ സലഫുകളുടെ ചരിത്രത്തിൽ നമുക്ക് പറയാൻ നാണം തോന്നുന്ന സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ദിക്റിന്റെ കാര്യത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം 12,000 തസ്ബീഹ് ചൊല്ലുമായിരുന്നു. സുബ്ഹാനല്ലാഹ് എന്നുള്ളത് 12,000 പ്രാവശ്യം ചൊല്ലിയിരുന്നു എന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. തുടർന്ന് ശൈഖുൽ ഇസ്ലാം പറയുന്നു, ثم يعلم أن كل ما تكلم به اللسان وتصوره القلب. ഈ ദിക്ർ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശം എന്താണ്? ഒരു മനുഷ്യൻ നാവ് കൊണ്ട് പറയുന്നതും മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും മിമ്മ യുഖർരിബു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങൾ. ഒരാൾ ഇരുന്ന് ചിന്തിക്കുകയാണ്, ആ ചിന്തിക്കുന്നത് ഇൽമിനെ കുറിച്ചാണ്, അള്ളാഹുവിനെ കുറിച്ചാണ്, ഖുർആനിൽ ഒരു ആയത്തിനെ കുറിച്ചാണ്, ഒരു ഹദീസിനെ കുറിച്ചാണ്. അങ്ങനെയാണെങ്കിൽ അത് ദിക്റാണ്. അതുപോലെ നാവ് കൊണ്ട് സംസാരിക്കുന്നത് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന കാര്യമാണ്. ഒരാളെ ഉപദേശിക്കുന്നു, അല്ലെങ്കിൽ ഒരാളോട് ഇൽമ് ചോദിക്കുന്നു, അല്ലെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യുന്നു. ഇങ്ങനെ നാവ് കൊണ്ട് അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതെല്ലാം മിൻ തഅല്ലും ഇൽമിൻ, ഇൽമ് പഠിക്കലാവട്ടെ, വതഅലീമിഹി, ഇൽമ് പഠിപ്പിക്കലാവട്ടെ, വഅംരി ബിൽ മഅറൂഫിൻ വനഹി അൻ മുൻകർ, നന്മ കൽപ്പിക്കലോ തിന്മ വിലക്കലോ ആവട്ടെ, ഫഹുവ മിൻ ദിക്രില്ലാഹ്, അതൊക്കെ ദിക്റിൽപ്പെട്ടതാണ്. അപ്പൊ ദിക്റിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് ആമായ അർത്ഥമുണ്ട്, എല്ലാ ഇബാദത്തുകളും അതിൽപ്പെട്ടു. രണ്ടാമത്തേത് ഖാസായ അർത്ഥം, അതാണ് തസ്ബീഹും തഹ്ലീലും അങ്ങനെയുള്ള നാവ് കൊണ്ട് ചൊല്ലുന്ന ദിക്റുകൾ.
ولهذا അതുകൊണ്ട് തന്നെ من اشتغل بطلب العلم النافع بعد أداء الفرائض أو جلس مجلسا يتفقه أو يفقه فيه الفقه الذي سماه الله ورسوله فقها ആരാണോ ഇൽമു പഠിക്കാൻ വേണ്ടി ഇരിക്കുന്നത് فهذا أيضا من أفضل ذكر الله ഇതും ഏറ്റവും വലിയ ദിക്റിൽപ്പെട്ടതാണ് وعلى ذلك إذا تدبرت അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ലം തജിദ് ബൈനൽ അവ്വലീന ഫീ കലിമാതിഹിം ഫീ അഫ്ദലിൽ അഅമാലി കബീറ ഇഖ്തിലാഫ് ഏറ്റവും അഫ്ദലായ അമൽ എന്താണ് എന്ന് മുൻഗാമികൾ പറഞ്ഞത് അതിൽ വലിയ വ്യത്യാസമൊന്നും കാണാൻ സാധിക്കുകയില്ല. അവരെന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആഴത്തിൽ ചിന്തിച്ചാൽ യഥാർത്ഥത്തിൽ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്ന് കാണാൻ സാധിക്കും. വമശ്തബഹ അംറുഹു അലൽ അബ്ദി ഫഅലൈഹി ബിൽ ഇസ്തിഖാറത്തിൽ മശ്റൂഅ. ഇനി എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇവിടെ ശൈഖുൽ ഇസ്ലാം പറഞ്ഞ എന്താണ്, മുൻഗാമികൾ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിലും അഫ്ദലായ അമൽ ജിഹാദാണ്, ഇൽമാണ്, നമസ്കാരമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൽ അവർ തമ്മിൽ വലിയൊരു വ്യത്യാസം ഉണ്ട് എന്ന് വിചാരിക്കേണ്ടതില്ല. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? ആ പറഞ്ഞതിന്റെ അർത്ഥം ഓരോ വ്യക്തിയുടെയും അവസ്ഥ അനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ ജിഹാദാണെന്ന് പറഞ്ഞത് ജിഹാദ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാണ്, എൽമാണെന്ന് പറഞ്ഞത് എൽമ പഠിക്കാൻ കഴിവുള്ള ആളെ സംബന്ധിച്ചാണ്. നമസ്കാരമാണ് ഏറ്റവും അഫ്ദൽ എന്ന് പറഞ്ഞത് നമസ്കാരത്തിൽ കൂടുതൽ കഴിവുള്ള അല്ലെങ്കിൽ അതിന് താല്പര്യമുള്ള ആളുടെ അവസ്ഥയാണ് എന്നാണ് ഇവിടെ വ്യക്തിമേ പറയുന്നത്. പക്ഷെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു അമൽ മാത്രം എടുത്ത്, വ്യക്തിയെ പരിഗണിക്കാതെ അമൽ മാത്രം എടുത്ത് നോക്കിയാൽ ഏതാണ് അഫ്ദൽ എന്നതിൽ കാര്യമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. 3 അമലുകൾ മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും അഫ്ദൽ തലബുൽ ഇൽമാണ്. വമശ്തബഹ അംറുഹു അലൽ അബ്ദി. ഇനി ഒരു കാര്യത്തിൽ, ഒരു അമലിന്റെ കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ടായാൽ, സംശയമുണ്ടായാൽ, നമ്മൾ പറഞ്ഞു വ്യക്തിയുടെ സാഹചര്യത്തിനനുസരിച്ച് മാറുമെന്ന് പറഞ്ഞു ഏറ്റവും അഫ്ദലായ കാര്യം ഏതാണ് എന്നത്. അപ്പോൾ ഒരാൾക്ക് സംശയമായി, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? തലബുൽ ഇൽമിന് വേണ്ടി ഒഴിഞ്ഞിരിക്കുകയാണോ വേണ്ടത്, അതല്ല ഒഴിവുള്ള സമയം നമസ്കരിക്കുകയാണോ വേണ്ടത്, എന്റെ അവസ്ഥ എന്താണ് എന്നറിയാത്ത ഒരു അവസ്ഥ വന്നാൽ, അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായാൽ ഫഅലൈഹി ബിൽ ഇസ്തിഖാറത്തിൽ മശ്റൂഅ, അവൻ ഇസ്തിഖാറ നമസ്കരിക്കട്ടെ. ഒരാൾക്ക് തോന്നുകയാണ് ഞാനിപ്പോ ഇരുന്ന് ഒഴിവുള്ള ഈ സമയം, ദിവസവും 1 മണിക്കൂർ എന്റെ ജോലിയും മറ്റു കാര്യങ്ങളും കഴിഞ്ഞ് എനിക്ക് ഒഴിവുണ്ട്, ആ സമയത്ത് ഒരു കിതാബ് വായിക്കണോ, ഫർളായ കാര്യങ്ങൾ പഠിക്കണം, നിർബന്ധമായ ഇൽമ് നേടിയിരിക്കണം, അതിനപ്പുറത്തുള്ള കാര്യമാണ് പറയുന്നത്. ആ സമയത്ത് വായിക്കണോ, അതല്ല നമസ്കരിക്കണോ, അതല്ല മറ്റെന്തെങ്കിലും അമലുകൾ ചെയ്യണോ എന്ന് തോന്നിയാൽ, അതല്ലെങ്കിൽ ഒരാൾക്ക് സുന്നത്ത് നോമ്പ് നോൽക്കാൻ സംശയം, സുന്നത്ത് നോമ്പ് നോറ്റാൽ ഇൽമു പഠിക്കാൻ ഉള്ള കഴിവ് കുറയുന്നുണ്ട്, ഓതാനും വായിക്കാനും ഒന്നും സാധിക്കുന്നില്ല, അപ്പൊ എന്ത് ചെയ്യണം? ഇങ്ങനെ എന്തെങ്കിലും ഒരു സംശയം സുന്നത്തായ കാര്യങ്ങളുടെ വിഷയത്തിലുണ്ടായാൽ അലൈഹി ബിൽ ഇസ്തിഖാറ, ഇസ്തിഖാറ നമസ്കരിക്കട്ടെ. അൽ മശ്റൂഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഇസ്തിഖാറ. ഫമാ നദിമ മൻ ഇസ്തിഖാറ അല്ലാഹു തആല, അല്ലാഹുവിനോട് ഇസ്തിഖാറത്ത് നടത്തിയ ഒരാളും ദുഃഖിക്കേണ്ടി വരികയില്ല. വൽയുക്സിർ മിൻ ദാലിക, അതവൻ വർദ്ധിപ്പിക്കണം. ഇസ്തിഖാറത്ത് ഒരിക്കലല്ല, ആവർത്തിക്കാം. ഒരേ കാര്യത്തിന് തന്നെ പിന്നെ പിന്നെ ഇസ്തിഖാറ നമസ്കരിക്കാം. വമിൻ ദുആ, അതുപോലെ ദുആ വർദ്ധിപ്പിക്കുക. അതുപോലെ ദുആ വർദ്ധിപ്പിക്കുക. ഫഇന്നഹു മിഫ്താഹു കുല്ലി ഖൈർ, എല്ലാ ഖൈറിന്റെയും താക്കോലാണ് ദുആ എന്ന് പറയുന്നത്. വലാ യഅ്ജൽ, ദുആ ചെയ്യുമ്പോൾ എന്തു ചെയ്യരുത്? തിരക്ക് കൂട്ടരുത്. ഫയഖൂല ഖദ് ദഅഉതു വലം യുസ്തജബ് ലി, ഞാൻ ദുആ ചെയ്തിട്ട് എനിക്ക് ഉത്തരം കിട്ടിയില്ലല്ലോ എന്ന് പറയരുത്. വലിയതഹറൽ ഔഖാത്തുൽ ഫാദില, അതുപോലെ ഫാദിലുള്ള സമയങ്ങൾ തിരഞ്ഞെടുക്കുക ദുആ ചെയ്യാൻ. കആഖിറിൽ ലൈൽ വഅദ്ബാരിസ് സലവാത്ത്, രാത്രിയുടെ അവസാന സമയം, അതുപോലെ നമസ്കാരത്തിന്റെ അവസാനം തശഹൂദിൽ പ്രാർത്ഥിക്കുക. വഅൻദൽ അദാൻ, അതുപോലെ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുക. വഖ്തി നുസൂലിൽ മതർ, മഴ വർഷിക്കുന്ന സമയത്ത്. വനഹ്വ ദാലിക, ഇതുപോലെ ദുആക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങളിൽ ദുആ ചെയ്യുക. അപ്പോൾ അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടാകാനുള്ള മാർഗമാണ് ഇസ്തിഖാറ, അതുപോലെ തന്നെ ദുആ എന്ന് പറയുന്നത്. ദുആ വർദ്ധിപ്പിക്കുക. നമ്മൾ പലപ്പോഴും ദുനിയാവിന്റെ കാര്യങ്ങൾക്ക് ദുആ ചെയ്യുകയുള്ളൂ, നേരെ മറിച്ച് ദീനിന്റെ കാര്യങ്ങൾക്ക് അല്ലാഹുവേ ഞാനിതാ തലബുൽ ഇൽമാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ നമസ്കാരമാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്, ഇതിലെനിക്ക് ഫതഹുണ്ടാക്കണം, ഇതിനെന്നെ സഹായിക്കണം, ഇതല്ല നല്ലതെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും നല്ലതിലേക്ക് വഴി കാണിക്കണം. ഇങ്ങനെയുള്ള ആഖിറത്തിന്റെ അമലിന്റെ കാര്യങ്ങളിൽ കൂടി ദുആ ചെയ്യുക. അതും ദുആയുടെ അദബുകൾ പാലിച്ചുകൊണ്ട് ദുആക്ക് അല്ലാഹു ഉത്തരം ചെയ്യും. അതുപോലെ പ്രധാനമാണ്. ദുആ ഉത്തരം കിട്ടുന്ന കാര്യമാണ്, സംശയമില്ല. ഹദീസിൽ സ്ഥിരപ്പെട്ടതുപോലെ 3ൽ 1 രൂപത്തിൽ ഉത്തരം കിട്ടും. ഒന്നുകിൽ ആ ചോദിച്ച കാര്യം അതുപോലെ സംഭവിക്കും, അല്ലെങ്കിൽ അള്ളാഹു അതിനേക്കാൾ നല്ലൊരു കാര്യം നമുക്ക് എളുപ്പമാക്കി തരും, അതല്ലെങ്കിൽ ആഖിറത്തിൽ അവൻ വലിയ പ്രതിഫലം നൽകും. പക്ഷേ ദുആയുടെ മര്യാദകൾ പാലിക്കണം. അതിൽപ്പെട്ട മര്യാദയിൽപ്പെട്ടതാണ് തിരക്ക് കൂട്ടാതിരിക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഹദീസ് ഇങ്ങനെയാണ്: യുസ്തജാബു ലി അഹദികും മാ ലം യഅ്ജൽ,
തിരക്ക് കൂട്ടാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ദുആക്ക് ഉത്തരം കിട്ടും. യഖൂലു, ഒരു മനുഷ്യൻ പറയും, ദഅൗതു ഫലം യുസ്തജബ് ലി, ഞാൻ പ്രാർത്ഥിച്ചു എന്നിട്ട് ഉത്തരം കിട്ടുന്നില്ലല്ലോ. ഇതാണ് തിരക്ക് കൂട്ടൽ എന്ന് പറയുന്നത്. നമ്മളൊക്കെ ചെയ്യുന്ന ഒരു അബദ്ധമാണിത്. 1, 2, 3 പ്രാവശ്യം ദുആ ചെയ്യും, പിന്നെ നമ്മൾ ദുആ അവസാനിപ്പിക്കും. അങ്ങനെ പാടില്ല. നമ്മൾ ചോദിക്കുന്ന കാര്യം അത് 10 വർഷം നമുക്ക് ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിലും ദുആ ചെയ്തുകൊണ്ടിരിക്കുക. എത്ര കാലം അതിന് ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിലും ദുആ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം എപ്പോഴാണ് ഉത്തരം ചെയ്യേണ്ടതെന്ന് അല്ലാഹുവിനറിയാം. ഉത്തരം ചെയ്യുന്നതാണോ അതല്ല ആഖിറത്തിലേക്ക് അത് എടുത്തു വെക്കുന്നതാണോ നല്ലത് എന്ന് അല്ലാഹുവിനറിയാം. പക്ഷെ നമ്മൾ ഈ ചെയ്യുന്ന ദുആ അത് ഓരോന്നും അത് പാഴാകുന്നില്ല. അത് നമ്മുടെ ഹസനാത്തിന്റെ മീസാനിൽ ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. അപ്പം അത് ദുആയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു മര്യാദയാണ്. ഇതുപോലെ മറ്റു മര്യാദകൾ പാലിച്ചുകൊണ്ട് ദുആ ചെയ്താൽ അള്ളാഹു ഉത്തരം ചെയ്യും. ഇനി 2 ചോദ്യങ്ങൾ കൂടി ബാക്കിയുണ്ട്. എന്താണ് ഏറ്റവും നല്ല വരുമാന മാർഗം? അതുപോലെ ഒരു നല്ല കിതാബ്, ദീനിന്റെ എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളുന്ന സമഗ്രമായ ഒരു കിതാബ്. ഈ 2 കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള ഉത്തരം ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദിവസം നാളെ ഉള്ള ക്ലാസ്സിൽ വായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കേട്ട ഈ കാര്യങ്ങൾ അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകൾ അല്ലാഹു തആല നമുക്ക് പുറത്തു തരുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.